എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BGC 104ന്റെ ബ്ലോക്ക് 4 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് 4 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ യൂണിറ്റ് 13 ഇൻട്രൊഡക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ യൂണിറ്റ് 14 15 പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 14 15 എന്ന് പറഞ്ഞതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ മാക്ബത്ത് എന്നുള്ള സ്റ്റോറിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്ലേയുടെ സമ്മറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാക്ബത്ത് വളരെ വലിയൊരു നീണ്ട സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒറ്റ യൂണിറ്റിൽ ആ ഒരു സ്റ്റോറി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ മാക്ബത്തിന്റെ സ്റ്റോറി 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സ്റ്റോറിയുടെ പാർട്ട് 1 ഏതാണ് യൂണിറ്റ് 14ലും യൂണിറ്റ് 15 സ്റ്റോറിയുടെ പാർട്ട് 2 അങ്ങനെ 2 പാർട്ടായിട്ടാണ് സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 യൂണിറ്റിലും സ്റ്റോറി അല്ലാതെ വേറെ ഒരു കാര്യവും പറയുന്നില്ല. കംപ്ലീറ്റ് സ്റ്റോറി മാത്രമാണ് പറയുന്നത്, സ്റ്റോറിയും സമ്മറിയുമാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഥ അങ്ങ് ഡയറക്റ്റ് പറഞ്ഞു പോവാം. ഞാനത് പാർട്ട് വൈസ് ആക്കുന്നില്ല, കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കി എടുത്ത് പാടായിരിക്കും. നമ്മൾ ഒരു പാർട്ട് പറഞ്ഞ് അതിൻ്റെ സമ്മറി പറഞ്ഞ് അതിനേക്കാണ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ 2 യൂണിറ്റും പഠിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ആ ഒരു കഥ ഫുള്ള് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 14 15 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2ലും മാക്ബത്തിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ മാക്ബത്ത് എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ്? വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലേ ആണ് മാക്ബത്ത്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയത് 1606 വിശ്വസിക്കപ്പെടുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒരു ഗസ്സാണ്. ഈ കഥ നടക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ്. അപ്പൊ മാക്ബത്ത് ആരാന്ന് വെച്ചാല് ഈ ഒരു സ്കോട്ട്ലാൻഡ് ഭരിച്ച ഒരു രാജാവാണ് മാക്ബത്ത്. അപ്പൊ ഇതിന്റെ സമ്മറി എന്താന്ന് നമ്മൾ ഒന്ന് എന്താ പറഞ്ഞാല്, അത്യാഗ്രഹവും അല്ലെങ്കിൽ ആഡംബര ജീവിതവും ആഗ്രഹിച്ച് ജീവിതം പടുകുഴിയിലെത്തുന്ന ഒരു രാജാവിന്റെ കഥയാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ വളരെ നല്ല സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയുടെ ജീവിതം ഒരു ട്രാജഡി രീതിയിലോട്ട് മാറുന്ന കഥയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയിലെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രാമകളും ട്രാജഡി ആയിട്ടുള്ള കഥകളാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ജീവിതം ട്രാജഡി ആയിരുന്നു, അതൊരു ട്രാജഡിക് പ്ലേ ആയിരുന്നു. പിന്നെ ഓഡിപ്പക്സ് റസ് ട്രാജഡി ആയിരുന്നു അല്ലേ. പിന്നെ ഹോമറിന്റെ ഇല്യാഡ് ട്രാജഡി ആയിരുന്നു. ഇതെല്ലാം ട്രാജഡി നിറഞ്ഞ കഥകളാണ്. ഇതിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യാലിറ്റി, ഇതിലെല്ലാം പ്രൊഫസീസ് ഉണ്ട്, പ്രവചനങ്ങളുണ്ട്. ഓരോ പ്രവചനങ്ങൾ ആസ്പദമാക്കിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു മാക്ബത്തിലും കാണാൻ പറ്റുന്നത്. ഈ മാക്ബത്തിലും വിച്ചസ് ഉണ്ട്, അവരുടെ പ്രവചനങ്ങളും ഈ ഒരു മാക്ബത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി കൂടുതൽ പറഞ്ഞ് ഒരു ഇത് തരുന്നില്ല. അതിന് മുന്നേ നമുക്ക് നേരെ ഈ ഒരു സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ ഈ മാക്ബത്ത് എന്ന് പറയുന്ന സ്റ്റോറി നമുക്ക് ഒരുപാട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ബീജിയവും ഹൊറർ ബീജിയം ഒക്കെ ഇട്ടായിരിക്കും ഇതിൻ്റെ സമ്മറി പറയുന്നത്. അങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം എന്താണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ കഥയാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സിനിമകൾ ഈ ഒരു മാക്ബത്ത് ആസ്പദമാക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമ കഥയെ വെല്ലുന്ന കഥയാണ് ഈ ഒരു മാക്ബത്ത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്നാലും കഥ മനസ്സിലാവും. നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ സമ്മറി എഴുതാനായിട്ടായിരുന്നു 20 മാർക്കിന്. അപ്പോൾ സമ്മറി ഇത് കേട്ട് വെച്ചാൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കൂടുതൽ പറഞ്ഞ് ഒരു ക്യൂരിയോസിറ്റി വരുത്തുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ അറിയായിരിക്കും എല്ലാവർക്കും ഈ മാക്ബത്തിനെ കുറിച്ച്. അപ്പോൾ മാക്ബത്ത് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതിലെ ക്യാരക്ടേഴ്സ് പഠിക്കണം. ഓക്കെ, ക്യാരക്ടേഴ്സ് പഠിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് സ്റ്റോറി കുറച്ചുകൂടെ എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്ബത്തിലെ ആദ്യത്തെ ക്യാരക്ടർ ആരാണ്? മാക്ബത്ത്. ഓക്കെ, അതിനു മുൻപ് ആദ്യത്തെ ക്യാരക്ടർ എവിടെ പറഞ്ഞിട്ടുള്ളത് കിങ് ഡങ്കൻ ആണ്. ഡങ്കൻ കിങ് ആരാന്ന് വെച്ചാല് സ്കോട്ട്ലാൻഡിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സ്കോട്ട്ലാൻഡ് ഇപ്പൊ ഭരിക്കുന്ന രാജാവാണ് കിങ് ഡങ്കൻ.
ഡങ്കൻ, ഡക്കൻ, ഡങ്കൻ. ഓക്കെ, ഡങ്കൻ എന്ന് പറയാം. ഓക്കെ, ഈ മാക്ബത്ത് ആണ് രണ്ടാമത്തെ ക്യാരക്ടർ. മാക്ബത്ത് ആരാന്ന് ചോദിച്ചാൽ ഈ കിങ് ഡങ്കന്റെ കൂടെയുള്ള ഈ ഒരു സോൾജിയർ ആണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ജനറൽ ആണ് മാക്ബത്ത്. അതായത് ഈ കിങ്ങിന്റെ തൊട്ട് താഴത്തെ പൊസിഷൻ. ഇപ്പൊ കിങ് ഇല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ സൈനികരെ നിയന്ത്രിക്കുന്ന ഒരു ക്യാപ്റ്റൻ ജനറൽ ആണ് മാക്ബത്ത്. ലേഡി മാക്ബത്ത് ആരാന്ന് ചോദിച്ചാൽ മിസ്സിസ് ആണ്, മാക്ബത്തിന്റെ മിസ്സിസ്, ഭാര്യയാണ് ലേഡി മാക്ബത്ത്. അപ്പോൾ ഈ ഒരു ഡ്രാമകളൊക്കെ എടുത്താൽ ഏതിലും നമുക്ക് ഭാര്യനെ ലേഡി എന്ന് ചേർത്തിട്ട് ഭർത്താവിന്റെ പേര് ചേർത്ത് വിളിക്കുന്നത് കാണാം. അത് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ പറയില്ലേ മിസ്സിസ് എന്ന് ചേർത്ത് പറയില്ലേ, അതുപോലെ അവർ യൂസ് ചെയ്യുന്നതാണ് ലേഡി മാക്ബത്ത്. അപ്പോൾ മാക്ബത്തിന്റെ വൈഫാണ് ലേഡി മാക്ബത്ത്. അടുത്തു കഴിഞ്ഞുള്ള ക്യാരക്ടറാണ് ബൻഗോ. ബൻഗോ ആരാന്ന് ചോദിച്ചാൽ ഈ മാക്ബത്ത് നമ്മൾ പറഞ്ഞല്ലോ ക്യാപ്റ്റൻ ജനറൽ ആണെന്ന്, അതുപോലെ സെയിം പൊസിഷനുള്ള ഒരാളാണ് ബൻഗോ. അപ്പോൾ ബൻഗോയും മാക്ബത്ത് ഒരുമിച്ചാണ് ഈ യുദ്ധത്തിനൊക്കെ പോകുന്നത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അവരെ ജയിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടുപേരാണ് മാക്ബത്തും ബൻഗോവും. അത് കഴിഞ്ഞുള്ള ക്യാരക്ടറാണ് 3 വിച്ചസ്, 3 വിച്ചസ്. വിച്ചസ് ഇവിടെ പറയുന്നത് ദുർമന്ത്രവാദികളാണ്. ഓക്കെ, പ്രവചനങ്ങൾ നടത്തുന്ന ദുർമന്ത്രവാദികളെയാണ് വിച്ചസ് ആയിട്ട് ഇവിടെ നമുക്ക് ഡെനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിച്ചസ് ഇതിലെ ഞാൻ ഈ പറഞ്ഞതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. കാരണം ഈ വിച്ചസ് പറയുന്ന പ്രവചനങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ വിച്ചസ് ഇല്ലെങ്കിൽ കഥ ഇല്ല, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് മൽക്കോമും ഡൊണാൾബിന്നും. മൽക്കോമും ഡൊണാൾബിന്നും ഈ രാജാവായിട്ടുള്ള ഡങ്കന്റെ 2 ആൺമക്കളാണ്, 2 മക്കളാണ് മൽക്കോമും ഡൊണാൾബിന്നും. അത് കഴിഞ്ഞുള്ള ലാസ്റ്റ് ക്യാരക്ടർ മക്ഡഫ് ആണ്. മക്ഡഫ് ഈ കിങ്ങിന്റെ ബന്ധുവാണ്, ഓൾസോ ഈ സൈനികരുടെ കാര്യവും ഒരു ക്യാപ്റ്റൻ ആയിട്ട് വരുന്ന ഒരാളാണ് മക്ഡഫ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിലും ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിലുണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഓർത്ത് വെക്കാൻ പാടുള്ളവർ മേ ബി മൽക്കോമും ഡൊണാൾബിന്നും മക്ഡഫൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ബുക്കിൽ ഇത്രയും ക്യാരക്ടേഴ്സിന്റെ പേര് എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം. ഒന്നാമത്തെ ആള് ഡങ്കൺ ആണ്, കിങ് ഡങ്കൻ, അത് ഇവിടുത്തെ രാജാവാണ്. രണ്ടാമത്തെ ആള് മാക്ബത്ത്, അത് കഴിഞ്ഞ് മാക്ബത്തിന്റെ ഭാര്യ ലേഡി മാക്ബത്ത്, അത് കഴിഞ്ഞ് മൻഗോവും മാക്ബത്തും ക്യാപ്റ്റൻ ജനറൽ ആണ്. അത് കഴിഞ്ഞ് 3 വിച്ചസ്, പിന്നെ മൽക്കോമും ഡൊണാൾബിന്നും, ഇത് 2 രാജാവായ ഡങ്കന്റെ മക്കളാണ്. ലാസ്റ്റ് ഉള്ളത് മക്ഡഫ്. ഇത്രയും പേരാണ് നമുക്ക് പഠിക്കാനുള്ള സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കഥ എവിടെയാണ് നടക്കുന്നത്? സ്കോട്ട്ലാൻഡിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഇത് 5 ആക്ടുകളായിട്ടാണ് ഷേക്സ്പിയർ ഈ ഒരു ഡ്രാമ പ്ലേ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒന്നാമത്തെ ആക്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് സീനില് ഈ ഒരു 3 വിച്ചസ് ഈ മാക്ബത്തിനെയും രാജാവിനെയും കാണാനായിട്ട് വരുന്ന ഒരു സീനാണ് നമുക്ക് ആദ്യം ആ ഒരു രംഗത്തിൽ കാണാൻ പറ്റുന്നത്. വരുന്ന സമയത്ത് ഈ വിച്ചസ് അറിയുകയാണ് മാക്ബത്തും ബാൻഗോവും കൂടെ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. യുദ്ധത്തിന് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല എന്ന് വിച്ചസ് മനസ്സിലാക്കുകയാണ്. സോ വിച്ചസ് പരസ്പരം പറയുകയാണ്, ഓക്കെ അവർ വരട്ടെ, അവർ യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അവരെ കാണാനായിട്ട് വരാം, നമുക്ക് അതുവരെ പോവാന്ന് പറഞ്ഞ് ഈ വിച്ചസ് പോവുകയാണ്. അപ്പൊ ഈ ആക്ട് 1 ഈ വിച്ചസ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് തന്നെ ഈ വിച്ചസിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വിച്ചസിനെ കുറിച്ച്. അവരുടെ ഫേസ് വളരെ അഗ്ലി ആണെന്നും, അതായത് വളരെ ഭയപ്പെടുത്തുന്ന രൂപമാണെന്നും ദുർമന്ത്രവാദികളാണെന്നും നമ്മൾ അവരെ പറയുന്നുണ്ട്. സോ ആ ഒരു കോസ്റ്റ്യൂം നിങ്ങൾ അവരെ കുറിച്ചൊന്ന് മനസ്സിൽ ആലോചിക്കോ. ഈ ബ്ലഡൊക്കെ വെച്ചിട്ട് ഈ രൂക്ഷമായിട്ടുള്ള കണ്ണുകളും അഴിച്ചിട്ട മുടിയും ഇതൊക്കെയാണ് അവരുടെ ഒരു കോസ്റ്റ്യൂം വരുന്നത്. ഓക്കെ, അവർ ദുർമന്ത്രവാദികളാണ്. അവർ ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പിന്നെ വന്ന് കാണാമെന്ന് കരുതി പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സീനിൽ വരുന്ന കഥ എന്താണെന്ന് വെച്ചാൽ
ഇവർ യുദ്ധത്തിന് പോയിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ്? മാക്ബത്തും ബാൻഗോയും യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞ് വരികയാണ്. യുദ്ധത്തിൽ ഇവർ രണ്ടുപേരും ജയിച്ചു. മീൻസ് സ്കോട്ട്ലാൻഡ് ജയിച്ചു, യുദ്ധത്തിൽ ജയിച്ചു. സ്കോട്ട്ലാൻഡ് ജയിച്ച സമയത്ത് രാജാവായിട്ടുള്ള ഡങ്കൻ അറിയാണ് തൻ്റെ രാജ്യം ജയിച്ചിരിക്കുകയാണ്, യുദ്ധത്തിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ യുദ്ധത്തിന് മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിച്ചത് മാക്ബത്തും ബാൻഗോയും കൂടെ ചേർത്തിട്ടാണ്. കാരണം അവരാണ് ക്യാപ്റ്റൻ ജനറൽ. ആ സമയത്ത് ഡൻഗൺ ഒരുപാട് സന്തോഷം ആയിട്ട് ഇരിക്കുകയാണ്. കാരണം തൻ്റെ രാജ്യം ജയിച്ചിരിക്കുന്നു, താന് പിന്നെയും ഒരുപാട് തൻ്റെ രാജ്യം മുന്നോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഡങ്കൻ രാജാവ് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ രാജ കൊട്ടാരത്തിലോട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ് ആര്? നമ്മളുടെ മാക്ബത്തും ബാൻഗോയും തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ മുന്നിൽ ഈ 3 വിച്ചസും വരികയാണ്. ഈ 3 ദുർമന്ത്രവാദികളും വരികയാണ്. മന്ത്രവാദികൾ വന്നിട്ട് ഇവരുടെ രണ്ടുപേരെടുത്തും ആരെടുത്താണ്? മാക്ബത്തിന്റെ അടുത്തും ബാൻഗോന്റെ അടുത്തും പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വിച്ചസ് പറയും. വിച്ചസ് പറയുന്ന സമയത്ത് ഇവർ പറയും, ഓക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളാൻ പറയും. ആ സമയത്ത് ഈ 3 വിച്ചസും 3 പ്രൊഫസീസ് പറയും. പ്രൊഫസീസ് എന്താണ്? പ്രവചനങ്ങൾ. അപ്പൊ ഈ വിച്ചസ് പറയുന്ന ആദ്യത്തെ 3 പ്രൊഫസീസ് ആണ് ഞാൻ ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ വിച്ചസ് മാക്ബത്തിന്റെ അടുത്ത് പറയും, നീ തെയ്ൻ ഓഫ് കവഡർ ആവും എന്ന് പറയും. തെയ്ൻ ഓഫ് കവഡർ ആവും. തെയ്ൻ ഓഫ് കവഡർ എന്ന് വെച്ചാല് ഈ യുദ്ധമൊക്കെ ജയിച്ച് നല്ല രീതിയിൽ ഈ രാജാവുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു നമ്മളിപ്പോ പറയത്തില്ലേ, ഓരോ സംഭവം കൊടുത്ത് നമ്മൾ ആദരിക്കുമല്ലോ, പ്രശംസ കൊടുക്കും. മീൻസ് അല്ലെങ്കിൽ എന്താണ്, രാജാവിൻ്റെ കൂടെയുള്ള രാജാവിൻ്റെ കൂടെ നിർത്തി ആദരിക്കുന്ന ഒരു പട്ടം, അതാണ് തെയ്ൻ ഓഫ് കവഡർ. അപ്പൊ തെയ്ൻ ഓഫ് കവഡർ നിനക്ക് കിട്ടും എന്ന് മാക്ബത്തിനോട് വിച്ചസ് പറയാണ്. എഗെയിൻ വിച്ചസ് ഈ മാക്ബത്തിനോട് പറയാണ്, നീ രാജാവാവും, നീ കിങ് ആവുമെന്ന് മാക്ബത്തിനോട് ഈ വിച്ചസ് പറയാണ്. മൂന്നാമത് വിച്ചസ് പറയുന്ന പ്രൊഫസി ബാൻഗോയിന് അടുത്താണ്. ആദ്യം രണ്ടും പറഞ്ഞത് മാക്ബത്തിന്റെ അടുത്താണ്. മൂന്നാമത് പറയുന്നത് ബാൻഗോയുടെ അടുത്ത് പറയാണ്, നിന്റെ പാരമ്പര്യത്തിലുള്ള നിന്റെ മകനോ അല്ലെങ്കിൽ നിന്റെ കുടുംബ പാരമ്പര്യത്തിലുള്ള ഒരാൾ രാജാവാകും എന്ന് മൂന്നാമതൊരു പ്രൊഫസി പറയാണ്. ഈ 3 പ്രൊഫസിയും പറഞ്ഞിട്ട് ഈ വിച്ചസ് അവിടെ നിന്ന് ഇൻവിസിബിൾ ആയി പോവുകയാണ്, അപ്രതീക്ഷമാവുകയാണ്. ഈ സമയത്ത് മാക്ബത്ത് നിന്ന് ചിന്തിക്കുകയാണ്, ഓക്കെ ഇപ്പോ നിലവിലുള്ള രാജാവ് ആരാണ്? ഡങ്കനാണ്. അപ്പോ ഡങ്കനും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ഓൾസോ എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ബ്ലഡാണ് ആര്? ഡങ്കൻ രാജാവ്. അപ്പൊ ഡങ്കൻ ഇപ്പൊ ഭരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയാണ് രാജാവാവുന്നായിരിക്കും ഈ വിച്ചസ് പറഞ്ഞത്? എനിക്കതിനുള്ള ചാൻസ് ഇല്ലല്ലോ, എനിക്ക് തെയ്ൻ ഓഫ് കവഡർ കിട്ടുമെന്നാണ് വിച്ചസ് പറഞ്ഞത്. പിന്നെ ബാൻഗോന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? ബാൻഗോന്റെ മകൻ അല്ലെങ്കിൽ ആ ഒരു കുടുംബ പാരമ്പര്യത്തിലുള്ള ഒരാൾ രാജാവാകുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടാണ് ഈ വിച്ചസ് ഇൻവിസിബിൾ ആവുന്നത്. അപ്പൊ 3 പ്രൊഫസീസ് എന്താണ്? ഇതാണ് ഈ കഥയുടെ കഥാരീതി മാറ്റുന്ന ആ ഒരു സീൻ. ഇതാണ് 3 പ്രൊഫസീസ് പറയുന്നു. ഒന്ന് പറയുന്നത് മാക്ബത്ത് തെയ്ൻ ഓഫ് കവഡർ മാക്ബത്തിന് കിട്ടും. രണ്ടാമത് പറയുന്നത് മാക്ബത്ത് രാജാവാവും. മൂന്നാമത് പറയുന്ന പ്രൊഫസി ബാൻഗോയിന്റെ മകൻ അല്ലെങ്കിൽ ബാൻഗോയിന്റെ കുടുംബത്തിലുള്ള പാരമ്പര്യത്തിലുള്ള ഒരാള് ഈ രാജാവാവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വിച്ചസ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇവർ തിരിച്ച് രാജകൊട്ടാരത്തിൽ വരികയാണ്. ആരാണ്? മാക്ബത്തും ബാൻഗോയും കൂടെ തിരിച്ച് രാജകൊട്ടാരത്തിൽ വരികയാണ്. രാജാവായിട്ടുള്ള ഡങ്കൻ ഇവരെ ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് സൽക്കാരമൊക്കെ കൊടുക്കുകയാണ്. എന്തിനാണ്? ഈ യുദ്ധത്തിൽ ഇവർ ജയിച്ചിട്ട് വന്നിരിക്കുകയല്ലേ. അങ്ങനെ ഇവർക്ക് ഇതൊക്കെ കൊടുത്ത് സൽക്കരിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ മാക്ബത്തിന് ഒരു മെസ്സേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ സൈഡിൽ നിന്ന് ഒരു ഇത് കിട്ടുന്നത്. മാക്ബത്തിന് തെയ്ൻ ഓഫ് കവഡർ എന്നുള്ള പൊസിഷൻ കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പട്ടം രാജാവ് കൊടുത്തു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ അപ്പോഴാണ് മാക്ബത്തിന് ലഭിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, തെയ്ൻ ഓഫ് കവഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് കൊടുത്ത് ആദരിക്കത്തില്ലേ, ഈ പഴയ നമ്മളിപ്പോഴാണേലും ഈ എന്താണ് പറയാ, ഞാനൊരു പേര് പറയും, നമ്മൾ ഈ നൊബേൽ സമ്മാനം ഒക്കെ കൊടുത്ത് ആദരിക്കത്തില്ലേ ഓരോ ആൾക്കാർക്ക്, അവരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ പ്രതിനിധീകരിച്ച്. അതുപോലെ നമ്മളുടെ രാജാവിൻ്റെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു സൈനികർക്കൊക്കെ കൊടുക്കുന്ന ഒരു പട്ടമാണ് തെയ്ൻ ഓഫ്
കൗഡർ. ഇത് കഴിഞ്ഞ് വേറൊരു വേർഡാണ് ഗ്ലാമിസ്. ഇത് രണ്ടും ഓരോ പട്ടങ്ങളാണ്, രാജാക്കന്മാർ കൊടുക്കുന്ന പട്ടങ്ങളാണ്. അപ്പൊ ഈ ഗ്ലാമിസ് ഒക്കെ ഓൾറെഡി നമ്മളുടെ മാക്ബത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫൈനലായിട്ട് ഇനി കിട്ടേണ്ടിയിരുന്നതാണ് കൗഡർ. അപ്പൊ കൗഡർ ഈ മാക്ബത്തിന് കിട്ടി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ രാജകൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ മാക്ബത്തിന് തെയിൻ ഓഫ് കൗഡർ എന്നുള്ള പട്ടം കിട്ടി. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു, സൽക്കാരമൊക്കെ കഴിഞ്ഞു, തെയിൻ ഓഫ് കൗഡർ പട്ടം കിട്ടി. രാത്രിയായ സമയത്ത് നമ്മളുടെ മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്ത് വീട്ടിലാണ്. നമ്മളുടെ മാക്ബത്ത് ഉള്ളത് ഈ കിങ്ങിന്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ മാക്ബത്ത് എന്നും ഭാര്യയ്ക്ക് സന്ദേശം എഴുതും. ഇന്ന് നടന്ന കാര്യങ്ങളും ഇന്ന് നടന്ന വിശേഷങ്ങളൊക്കെ അടക്കി ഒരു സന്ദേശം എഴുതും. ആ സന്ദേശത്തില് മാക്ബത്ത് ലേഡി മാക്ബത്തിനോട്ട് ഉള്ള അയച്ച ലെറ്ററിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് യുദ്ധത്തിന് പോയി, യുദ്ധം ജയിച്ച് തിരിച്ചു വന്ന വഴിയില് ഇങ്ങനെ ഒരു 3 വിച്ചസിനെ കണ്ടു, ഈ ദുർമന്ത്രവാദികളെ കണ്ടു. അവര് 3 പ്രൊഫസീസ് പറഞ്ഞു, പ്രവചനങ്ങൾ പറഞ്ഞു. അതിലവർ പറഞ്ഞത് ഒന്ന്, എനിക്ക് തെയിൻ ഓഫ് കൗഡർ കിട്ടുമെന്നും, രണ്ടാമത് പറഞ്ഞത് ഞാൻ രാജാവാകുമെന്നും, മൂന്നാമത് നമ്മളുടെ ബാങ്കോന്റെ അടുത്ത് പറഞ്ഞത് അവന്റെ കുടുംബത്തിലുള്ള ആള് കിങ് ആവും എന്നാണ് പറഞ്ഞതെന്ന് ആ ലെറ്ററിൽ എഴുതും. എന്നിട്ട് നമ്മളുടെ ഈ മാക്ബത്ത് എന്നെ പറയും, അവര് 3 പ്രൊഫസീസ് ആണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിന്ന് വൈകിട്ട് പറഞ്ഞ കാര്യം, പ്രൊഫസീസ് പറഞ്ഞതിൽ ആദ്യത്തെ പ്രൊഫസി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്നിരിക്കുകയാണ്. കാരണം ആ വിച്ചസ് പറഞ്ഞ ഒന്നാമത്തെ പ്രൊഫസി എന്താണ്, മാക്ബത്തിന് തെയിൻ ഓഫ് കൗഡർ എന്നുള്ള ആ ഒരു ആദരവ് സൂചകമായിട്ടുള്ള ആ പട്ടം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ മാക്ബത്തിന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഫസി ബിക്കം ട്രൂ. അങ്ങനെ ഈ ലെറ്ററിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ആ ഒരു ലെറ്റർ നമ്മളുടെ ലേഡി മാക്ബത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ലേഡി മാക്ബത്തിന് ലെറ്റർ കിട്ടി വായിച്ചു നോക്കുമ്പോഴത്തേക്കും ലേഡി മാക്ബത്തിന് അതിശയമാവും. കാരണം ജസ്റ്റ് ഒരു ദുർമന്ത്രവാദികൾ 3 പ്രൊഫസി പറയുക, പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ആദ്യത്തെ പ്രൊഫസി നടന്നിരിക്കുകയാണ്. അത് ഭയങ്കര എക്സൈറ്റഡ് ആവും ഇവരിത് ഓർത്തിട്ട്. അങ്ങനെ മാക്ബത്ത് തിരിച്ച് ലേഡി മാക്ബത്തിന്റെ അടുത്ത് വീട്ടിൽ വരും. ആ ഒരു അവര് വീട്ടെന്ന് പറയുമ്പോൾ ഈ രാജാവിന്റെ കൊട്ടാരം പോലത്തെ സ്ഥലമാണ്. കാരണം ഇവര് ക്യാപ്റ്റൻ ആണല്ലോ. സോ അതുപോലെ നല്ല രസമൊക്കെ ഉള്ള ഒരു കൊട്ടാരത്തിലാണ് ഇവര് ജീവിക്കുന്നത്. അങ്ങനെ ഈ ഭാര്യ ഇങ്ങനെ ഓരോന്ന് ഓർത്ത് കൂട്ടും. കാരണം ഭാര്യ ഓർക്കും, ഈ വിച്ചസ് പറഞ്ഞു എൻ്റെ ഭർത്താവിന് തെയിൻ ഓഫ് കൗഡർ കിട്ടും. ഓക്കെ, ആ തെയിൻ ഓഫ് കൗഡർ എൻ്റെ ഭർത്താവിന് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഈ തെയിൻ ഓഫ് കൗഡർ കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഭർത്താവ് രാജാവാവും എന്നാണ്. ഇങ്ങനെയാണ് രണ്ടാമത്തെ പ്രൊഫസി വരുന്നത്. അപ്പോൾ ലേഡി മാക്ബത്ത് ഈ ഒരു മാക്ബത്തിനോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും, ഓക്കെ, ആദ്യത്തെ പ്രൊഫസി എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ അതായത് ഭർത്താവിനോട് പറയാണ്, മാക്ബത്ത് രാജാവാകുമെന്നാണ് രണ്ടാമത്തെ പ്രൊഫസി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ഉറപ്പായിട്ട് നടക്കും. അപ്പൊ ഭർത്താവ് രാജാവാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ലേഡി മാക്ബത്തിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം വന്നു. കാരണം ഭർത്താവ് രാജാവായാൽ താൻ ആരാണ്? താൻ അവിടുത്തെ അടുത്ത രാജ്ഞിയാണ്. അപ്പൊ രാജ്ഞിയാകുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നടക്കാം, ഒരുപാട് ഭയങ്കര രീതിയിലൊക്കെ ജീവിക്കാം, ഒരുപാട് ആർഭാടപൂർണമായിട്ട് ജീവിക്കാം, ഒരുപാട് മണമുള്ള പെർഫ്യൂം യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ലേഡി മാക്ബത്ത് ചിന്തിച്ചു കൂട്ടും. അങ്ങനെ ഒരു ആർഭാടപൂർവമായിട്ടുള്ള ആ ഒരു ജീവിതം മാക്ബത്തിന്റെ ഭാര്യ അപ്പോഴത്തേക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലേഡി മാക്ബത്ത് ഈ ഒരു മാക്ബത്തിനോട് പറയും, ഓക്കെ, എന്തായാലും രണ്ടാമത്തെ പ്രൊഫസി വന്നിട്ടുള്ളത് എൻ്റെ ഭർത്താവ്, അതായത് നീ മാക്ബത്ത് രാജാവാവുമെന്നാണ്. അപ്പൊ ആ കാര്യം എന്തായാലും നടക്കും. പക്ഷെ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴുള്ള രാജാവായിട്ടുള്ള ഡെങ്കനെ ആ സീറ്റിൽ നിന്ന്, അല്ലെങ്കിൽ രാജാവിന്റെ സീറ്റിൽ നിന്ന് ഇല്ലാതാക്കണം. ഡെങ്കനെ നമ്മൾ തട്ടിക്കളയണം, ഡെങ്കനെ കൊന്നുകളയണം, എങ്കിലേ എൻ്റെ ഭർത്താവിന് രാജാവാവാൻ പറ്റുള്ളൂ എന്ന് പറയും.
ഈ സമയത്ത് ഇത് കേൾക്കുന്ന ഉടനെ മാക്ബത്ത് ഷോക്കായി പോവും. മാക്ബത്ത് ചോദിക്കും, നീ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? എനിക്ക് ഒന്ന് രാജാവൊന്നും ആവണ്ട, അതിനുവേണ്ടി എൻ്റെ സുഹൃത്തായിട്ടുള്ള, എന്നെ ഇത്രയും നാള് വിശ്വസിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ രാജാവായ ഡങ്കനെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. ആ സമയത്ത് ഭാര്യ പറയും, ഭാര്യയുടെ മനസ്സിലിപ്പോൾ എന്താണ്, ഭർത്താവ് രാജാവായാലും രാജ്ഞിയാവാം, തനിക്ക് നല്ല രീതിയിൽ ജീവിക്കാം, ഇങ്ങനെയൊക്കെയാണ് ലേഡി മാക്ബത്തിന്റെ മനസ്സിൽ. അപ്പോൾ ലേഡി മാക്ബത്തിന്റെ അടുത്ത് പിന്നെയും പറയും, നിങ്ങളിങ്ങനെ സ്നേഹവും ഇതൊക്കെ വച്ച് മനസ്സിലിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ രാജാവാവണം. നിങ്ങൾ രാജാവായാലും മാത്രമേ നമുക്ക് നമ്മളുടെ കുടുംബത്തിന് സന്തോഷത്തോടെ സമാധാനത്തോടെയും നല്ല രീതിയിൽ ഈ ഒരു രാജ്യം ഭരിച്ച് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മാക്ബത്ത് അങ്ങനെ ചിന്തിക്കില്ല, ഒരിക്കലും രാജാവിനെ കൊല്ലണമെന്ന് മാക്ബത്തിന്റെ മനസ്സിൽ വരില്ല. ഫൈനലി നമ്മളുടെ ഭാര്യ ലേഡി മാക്ബത്ത് അവസാനത്തെ അടവിറക്കും. എന്താണ് അടവിറക്കുന്നതെന്ന് വെച്ചാൽ, ലേഡി മാക്ബത്ത് പറയും, ഓക്കെ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, എന്നെ ഒരു രാജ്ഞിയെ പോലെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡങ്കനെ കൊന്നേ പറ്റൂ, എന്നിട്ട് നിങ്ങൾ രാജാവാവണം, രാജാവായാൽ മാത്രമേ എനിക്ക് രാജ്ഞിയാവാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറെ സെന്റി ഡയലോഗ് അടിക്കും. ഈ സെന്റി ഡയലോഗിൽ മാക്ബത്ത് വീഴും. കാരണം മാക്ബത്തിന് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഭാര്യ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അല്ലെങ്കിൽ ഭാര്യ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു, ഭാര്യയോട് ഓവറായിട്ട് സ്നേഹമുള്ള ഒരാളാണ് മാക്ബത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാര്യ പറയുന്ന കാര്യം മാക്ബത്തിന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് മാക്ബത്തിന്റെ മനസ്സ് മാറും. ഭാര്യ പറഞ്ഞു പറഞ്ഞ് മനസ്സ് മാറ്റും. മനസ്സ് മാറ്റുന്ന സമയത്ത് മാക്ബത്തും ചിന്തിക്കും, എന്നും എനിക്കിങ്ങനെ രാജാവിന്റെ പിറകിൽ ക്യാപ്റ്റൻ സ്ഥാനം നയിച്ച് നടന്നാൽ മതിയോ? എനിക്കും ഈ ഒരു രാജഭരണം എൻ്റെ കയ്യിൽ വരണ്ടേ? ഈ രാജ്യവും നാടും ഒക്കെ എനിക്കും ഭരിക്കണ്ടേ? രാജാവിന് ഇടുന്ന പോലുള്ള അത്രയും കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ എനിക്കും യൂസ് ചെയ്യണ്ടേ? ആ വസ്ത്രമൊക്കെ എനിക്കും ഇടണ്ടേ? ഈ രാജ്യം എനിക്കും ഭരിക്കണ്ടേ എന്നുള്ള ചിന്ത മാക്ബത്തിന്റെ മനസ്സിൽ വരും. അങ്ങനെ ഭാര്യ പിന്നെയും ഓരോ ഈ ഒരു പോയിസൺ പോലെ ഓരോ വേർഡ്സിലൂടെയും മാക്ബത്തിന്റെ മനസ്സ് മാറ്റും. അങ്ങനെ ഫൈനലി ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ ആ ഒരു ഡിസിഷൻ ഇവിടെ എടുക്കും. എന്താണ്? ഡങ്കൻ, രാജാവായിട്ടുള്ള ഡങ്കനെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ്? മാക്ബത്ത് രാജാവാവണം എന്നുള്ള ഡിസിഷനിലോട്ട് ഇവർ പോകും. അങ്ങനെ ഇവരുടെ മനസ്സിൽ എങ്ങനെയാലും ഇനി ഡങ്കനെ കൊല്ലണമെന്നുള്ള ചിന്തയാണ്. ആ സമയത്ത് ഇവര് പ്ലാൻ ചെയ്യും, എങ്ങനെയാണ് രാജാവിനെ കൊല്ലുക. രാജാവിൻ്റെ കൂടെ എന്ന് വെച്ചാൽ എപ്പോഴും പടയാളികൾ കാണും, സെക്യൂരിറ്റിക്ക് ആളുകൾ കാണും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു രാജാവിനെ കൊല്ലുക എന്ന് ഈ രാജ്ഞി കരുതും. എന്നിട്ട് രാജ്ഞിയല്ല, ലേഡി മാക്ബത്ത്. അപ്പൊ ലേഡി മാക്ബത്ത് തന്നെ ലാസ്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കിവിടെ വിരുന്ന് സൽക്കാരം ഉണ്ടെന്ന് പറഞ്ഞ് രാജാവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, എന്നിട്ട് എവിടെ വെച്ച് രാജാവിനെ തട്ടിക്കളയാം എന്നുള്ള ഒരു പ്ലാനിലോട്ട് ഇവരെത്തും. ഇതിനെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ലേഡി മാക്ബത്ത് ആണ്. ഓക്കെ, ഈ ഒരു മാക്ബത്തിന്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. ലാസ്റ്റ് ഈ ഡങ്കനെ മാക്ബത്ത് പോയി വിളിക്കും. നമുക്കിങ്ങനെ ഒരു യുദ്ധമൊക്കെ ജയിച്ചാണല്ലോ, ഓൾസോ എനിക്ക് തെയിൻ ഓഫ് കൗഡർ പട്ടം കിട്ടിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു വിരുന്ന് സൽക്കാരം വെക്കുന്നുണ്ട്, അതുകൊണ്ട് രാജാവ് വരണമെന്ന് ഡങ്കനോട് പറയും. അപ്പൊ ഡങ്കനും മാക്ബത്തും നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അവരെപ്പോഴും ഒരുമിച്ച് നടക്കുന്നതാണ്, അവരൊരു റിലേറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡങ്കന് ഈ മാക്ബത്തിനെ ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഡങ്കനൊന്നും ആലോചിക്കാണ്ട് നേരെ ഈ ഒരു മാക്ബത്തിന്റെ വീട്ടിലോട്ട് പോകും. അപ്പൊ മാക്ബത്തിന്റെ വീട്ടിലെ ഒരുപാട് ഉള്ളിൽ അറകളുണ്ട്. ഈ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ ഉറങ്ങാനും കിടക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കിടപ്പറകളുണ്ട്. അപ്പോൾ അതിലൊരു റൂമാണ്, ഉള്ളറയാണ് ഈ രാജാവായിട്ടുള്ള ഡങ്കന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ വരും, വിരുന്ന് സൽക്കാരമൊക്കെ കഴിയുന്ന സമയത്ത് ഡങ്കനെ ഉറക്കാൻ കിടത്തും. ആ ഒരു കിടപ്പറയിൽ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് രാജാവിനെ ഉറക്കാൻ കിടത്തും. ഈ സമയത്ത് നമ്മളുടെ ലേഡി മാക്ബത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ രാജാവിൻ്റെ കൂടെ 2 പടയാളികളാണ് ഉള്ളത് സെക്യൂരിറ്റിക്ക്. അപ്പോൾ സാധാരണ രാജാവിൻ്റെ കൂടെ ഒരുപാട് പേരുള്ളതാണ്. പക്ഷെ ഈ മാക്ബത്തിന്റെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ രാജാവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സെക്യൂരിറ്റിക്കൊന്നും ആളെ വേണ്ട, കാരണം തൻ്റെ സുഹൃത്തിന്റെ വീട്ടിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അവനെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അവൻ എന്നെ തന്നെ എന്തായാലും ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം രാജാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന്റെ കൂടെ വേറെ 2 പടയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 പടയാളികൾക്കും ലേഡി മാക്ബത്ത് ഭക്ഷണത്തില് ഉറക്ക ഗുളിക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ആ പടയാളികൾ ആ ഭക്ഷണം കഴിച്ചപ്പോൾ ഉറക്ക ഗുളിക അതിൻ്റെ കൂടെ കഴിച്ച് അവര് ദീർഘമായിട്ടുള്ള ഉറക്കത്തിലോട്ട് വീണു. അവര് ഒന്നും അറിയാത്ത മയങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ലേഡി മാക്ബത്തിന് ഒരു അലാം കൊടുക്കുന്നുണ്ട്. അതടുത്ത ഒരു സീനാണ്. ഒരു സൈറൺ കൊടുക്കുന്നുണ്ട്. സൈറൺ കൊടുത്തിട്ട് ഈ മാക്ബത്തിനോട് ഒന്ന് പറയും, ഞാൻ പടയാളികൾക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്, ഈ സമയമാണ് പറ്റിയ സമയം. ഈ സമയത്ത് ഡങ്കനെ, രാജാവായിട്ടുള്ള ഡങ്കനെ കൊന്നാലേ നിനക്ക് മാക്ബത്തിന് രാജാവാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ഈ സമയമാകുമ്പോൾ മാക്ബത്തിന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങും. മാക്ബത്ത് പറയും, അയ്യോ ഞാൻ എങ്ങനെയാണ് രാജാവിനെ കൊല്ലുക, എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ബ്ലഡാണ്, അദ്ദേഹം എന്നെ വിശ്വസിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നത്, അദ്ദേഹത്തിനെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് പറയും. ആ സമയത്ത് ലേഡി മാക്ബത്ത് ചോദിക്കും, നിനക്ക് രാജാവാവണ്ടേ, എന്നെ രാജ്ഞിയായിട്ട് നിനക്ക് കാണണ്ടേ, എന്നെ രാജ്ഞിയായിട്ട് കാണണം, എൻ്റെ ആഗ്രഹങ്ങൾ നിനക്ക് നടത്തി തരണം എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഡങ്കനെ കൊന്നേ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് നാളെ രാജാവും രാജ്ഞിയുമായിട്ട് ഈ രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ലാസ്റ്റ് സഹിയിട്ട് നമ്മളുടെ ലേഡി മാക്ബത്ത് ഒരു കത്തി എടുത്തോണ്ട് വരും ഡങ്കനെ കൊല്ലാനായിട്ട്. ലേഡി മാക്ബത്ത് പറയും, ഇപ്പൊ കൊന്നാലേ ഡങ്കനെ കൊല്ലാൻ പറ്റുള്ളൂ, കാരണം ഇനി ഇങ്ങനെ ഇതുപോലൊരു സിറ്റുവേഷൻ നമുക്ക് ദൈവം മുന്നിൽ തരില്ല, ആരും ഇപ്പോൾ നമ്മളുടെ ചുറ്റിനുമില്ല, പടയാളികളാണെങ്കിൽ ഉറക്കത്തിലുമാണ് എന്നുള്ള ഒരിതിൽ വരും. അപ്പോൾ ലേഡി മാക്ബത്ത് പറയും, നിനക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൊല്ലാം, രാജാവിനെ ഞാൻ കൊല്ലാം, ഓക്കെ, എനിക്കെന്തായാലും രാജ്ഞി ആയാലേ പറ്റുള്ളൂ എന്ന് പറയും. ഈ സമയത്ത് മാക്ബത്ത് സഹി ഇട്ടിട്ട് ലേഡി മാക്ബത്തിന്റെ കയ്യിലുള്ള കത്തി എടുത്ത് ഡങ്കനെ കുത്തും. ഡങ്കനെ ഒരുപാട് കുത്തി കൊല്ലുന്ന സമയത്ത് ഈ മാക്ബത്തിന്റെ കൈ നിറച്ച് ഈ ഡങ്കന്റെ രാജാവിന്റെ ചോര വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ ചോര കാണുന്ന സമയത്ത് മാക്ബത്തിന് ഭയങ്കരമായിട്ട് ഒരു പേടിയും ഭയവും ഇമോഷണലായിട്ട് മാക്ബത്ത് പറയും, അയ്യോ എന്നെ വിശ്വസിച്ചാണല്ലോ അദ്ദേഹം ഇവിടെ വന്നത്, അദ്ദേഹത്തിനെ ഞാനായിരുന്നു സംരക്ഷിക്കേണ്ടത്, രാജാവിനെ ക്യാപ്റ്റനായിട്ടുള്ള ഞാനായിരുന്നു സംരക്ഷിക്കേണ്ടത്, പക്ഷെ എൻ്റെ കൈ കൊണ്ട് എന്നെ മാക്ബത്ത് മരിച്ചു പോയല്ലോ, ഡങ്കൻ മരിച്ചു പോയല്ലോ. രണ്ടുപേരൂടെ വന്നുകൊണ്ട് എനിക്കിവിടെ മിസ്റ്റേക്ക് ആവുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാക്ബത്ത് പറയാണ്, അദ്ദേഹത്തിനെ ഞാനായിരുന്നു സംരക്ഷിക്കേണ്ടിയിരുന്നത്, പക്ഷെ എൻ്റെ കൈകളാൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഇമോഷണൽ ആവുകയാണ്. ഇങ്ങനെ ഇമോഷൻ ആയിരിക്കുന്ന സമയത്ത് ഈ ലേഡി മാക്ബത്ത് വരും. ലേഡി മാക്ബത്ത് വന്നിട്ട് ഈ മാക്ബത്തിന്റെ കയ്യിലുള്ള ആ ഒരു ചോര പരണ്ട കത്തി പിടിച്ചു വാങ്ങിയിട്ട് ഈ കത്തി കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്ന പടയാളികളുടെ കയ്യിൽ കൊണ്ടുവയ്ക്കും. ഉറങ്ങിക്കിടക്കുന്ന പടയാളികൾ ആരാണ്? സെക്യൂരിറ്റിക്ക് വന്ന രണ്ടുപേരാണ്. അവർക്ക് ഉറക്ക ഗുളിക കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ദേഹത്തെല്ലാം ഈ ഡങ്കന്റെ ചോരയൊക്കെ തുള്ളിയൊക്കെ എടുത്തിട്ടിട്ട് അവരുടെ കയ്യിൽ കൊണ്ട് കത്തി വയ്ക്കും. അപ്പൊ ലേഡി മാക്ബത്ത് പ്ലാൻ ചെയ്ത് എന്താണ്, പടയാളികള് കൊന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പടയാളികളുടെ കയ്യിൽ ഈ ഒരു ബ്ലഡ് നിറഞ്ഞ കത്തി കൊണ്ട് വെക്കുന്നത്. അങ്ങനെ കത്തി കൊണ്ട് വെക്കും. എന്നിട്ട് തിരിച്ച് മാക്ബത്തിന്റെ അടുത്ത് വരും, റൂമിൽ വരും. ആ സമയത്ത് മാക്ബത്ത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. തന്നെ വിശ്വസിച്ച് വന്ന രാജാവിനെ കൊന്നു എന്നുള്ള ഒരു ഓർത്ത് ഈ ചോരയൊക്കെ എങ്ങനെ നോക്കിയിരിക്കുകയാണ് കയ്യിലുള്ള. ആ സമയത്ത് ലേഡി മാക്ബത്തും വരും. ലേഡി മാക്ബത്ത് വന്നിട്ട് പറയും, ഓക്കെ, നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾ കുത്തിയെന്ന് പറഞ്ഞാലും ഡങ്കന്റെ ചോര എൻ്റെ കയ്യിലും ആയിട്ടുണ്ട്, കാരണം കത്തി പിടിച്ചു വാങ്ങിയ സമയത്ത് ലേഡി മാക്ബത്തിന്റെ കയ്യിൽ ചോര ആയല്ലോ. ഓക്കെ, അപ്പൊ ഡങ്കന്റെ ചോര ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരാളായിട്ടിരുന്ന് വിഷമിക്കേണ്ട, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഡങ്കനെ കൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും ഇങ്ങനെ ക്യാപ്റ്റനായിട്ട് നടക്കേണ്ടി വരും. എന്തായാലും ഇനി ഡങ്കനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങ് നിന്നാ മതി. പടയാളികളുടെ കയ്യിൽ നമ്മൾ കുറ്റം ചുമത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ രാജാവും രാജ്ഞിയുമായിട്ട് വിലസാന്ന് പറയും. അങ്ങനെ പിന്നെയും മാക്ബത്തിന്റെ ഇമോഷനിൽ നിന്നൊക്കെ പിടിച്ച് ഉണർത്തി കൊണ്ടുവരും. അങ്ങനെ ഇവരെ ആ കയ്യിലുള്ള ബ്ലഡൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ ആയ സമയത്ത് ഈ ആരാണ്, ബെൻഗോ ഉണ്ടല്ലോ, ബെൻഗോ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപ്റ്റൻ ജനറലാണ്, മാക്ബത്തിന്റെ കൂടെയുള്ള ഒരാളാണ്. ബെൻഗോ എന്ന് പറയുമ്പോൾ ഡങ്കന്റെ കുറച്ചുകൂടെ അടുത്ത സുഹൃത്താണ്. ബെൻഗോയും ഈ രാജകൊട്ടാരത്തിലെ വേറൊരാളൂടെ ആയിട്ട് ഈ മാക്ബത്തിന്റെ ഈ ഒരു വീട്ടിൽ വരും രാജാവിനെ കാണാൻ. രാജാവിനെ കാണാൻ വരുന്ന സമയത്താണ് അവർ അറിയുന്നത് രാജാവ് ഇതാ മരിച്ചു കിടക്കുകയാണ്, ബ്ലഡൊക്കെ ഒഴിച്ച് മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന സമയത്ത് അവർ കിടന്ന് നിലവിളിക്കുമ്പോൾ മാക്ബത്ത് വരും. മാക്ബത്ത്, അയ്യോ രാജാവ് ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിയാണല്ലോ, ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഈ ലേഡിയും മാക്ബത്തൂടെ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യും. അവരെല്ലാം ഒന്നും ചെയ്താന്നുള്ള രീതിയിൽ. ആ സമയത്താണ് പടയാളികളുടെ കയ്യില് ഈ ഒരു
ചോരക്കറ പറയേണ്ട കത്തി കാണുന്ന സമയത്ത് മാക്ബത്തും മാക്ബത്തിന്റെ ഭാര്യയും കൂടെയാണ് സത്യം പറഞ്ഞ പടയാളികളുടെ കയ്യിൽ ആ ഒരു കത്തി കൊണ്ട് വയ്ക്കുന്നത്. എന്നിട്ട് മാക്ബത്ത് തന്നെ വന്ന് പറയും, അയ്യോ നീയൊക്കെ എന്റെ രാജാവിനെ, നമ്മളുടെ രാജ്യം ഭരിക്കുന്ന രാജാവിനെ കൊന്നു അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പടയാളികളെ കഴുത്ത് വെട്ടിക്കളയും. പടയാളികളെ സ്പോട്ടിൽ അവിടെ വെച്ച് കൊന്നുകളയുന്ന സമയത്ത് അവിടെ പിന്നെ വേറെ പ്രൂഫ് ഇല്ലല്ലോ, ആരും കണ്ടിട്ടില്ല മാക്ബത്തും ഭാര്യയും കൂടെയാണ് ഈ ഡങ്കനെ കൊന്നേന്ന്. ഈ സമയത്ത് നമ്മളുടെ ബാങ്കോയിന്, ആരാണ് ഈ കൂടെ വന്നിട്ടുള്ള രാജാവിന്റെ സുഹൃത്തായിട്ടുള്ള ബാങ്കോയിന് ചെറിയ സംശയങ്ങൾ വരും. കാരണം വെറും പടയാളികൾ ഈ രാജാവിനെ ഇങ്ങനെ കൊല്ലുവോ? അവർക്ക് വെറും ഒരു പടയാളികൾക്ക് രാജാവിനെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? അതുപോലെ തന്നെ ഈ മാക്ബത്തിനോട് മറ്റേ വിച്ചസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവൻ കിങ് ആവുമെന്ന്. ഇനി അവൻ രാജാവാൻ വേണ്ടി ഡങ്കനെ കൊന്നതായിരിക്കോ എന്നൊക്കെ ബെങ്കു ചിന്തിക്കും. എന്നാലും ഈ ബെങ്കു പുറത്തോട്ടൊന്നും പറയില്ല, ഒരു കാര്യവും പറയില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രൂഫില്ല, മാക്ബത്താണോ കൊന്നതെന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാട്ടുതീ പോലെ ആ ഒരു രാജ്യത്തിൽ, സ്കോട്ട്ലാൻഡ് മുഴുവൻ ഈ രാജാവിന്റെ മരണ വാർത്ത സ്പ്രെഡായി ലാസ്റ്റ് ആ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലും ആ ഒരു മരണ വാർത്ത ചെല്ലുന്ന സമയത്ത് രാജാവിന്റെ 2 പുത്രന്മാരായിട്ടുള്ള മൽക്കോമും ഡൊണാൾബിനും ഈ വാർത്ത കേട്ട് സ്തംഭിച്ച് നിന്നുപോകും. കാരണം പിതാവ് ഇന്നലെ വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തങ്ങളുടെ കൂടെ എല്ലാത്തിനും സുഖത്തിനും ദുഃഖത്തിനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വിരുന്ന് സൽക്കാരത്തിന് പോയ പിതാവിന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ തങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ മക്കൾ ഒരുപാട് ആലോചിക്കുമ്പോൾ മക്കൾക്കും ഒരു സംശയം തോന്നും. ആരടുത്താണ് ഈ മാക്ബത്തിനെ ഈ മക്കൾക്ക് ചെറിയ സംശയം തോന്നും. കാരണം മാക്ബത്തിന്റെ വീട്ടിൽ ചെന്ന പിതാവ് എങ്ങനെയാണ് മരണപ്പെട്ടത്? മാക്ബത്ത് എന്ന് പറയുമ്പോൾ സൈനികരെ നയിക്കുന്ന അത്രയ്ക്കും ഒരു ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സോൾജിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് എങ്ങനെ സാധാരണപ്പെട്ട പടയാളികൾ 2 പേര് തന്റെ പിതാവിനെ കൊന്നു? അതുകൊണ്ട് തന്നെ മാക്ബത്ത് ആയിരിക്കാം മേ ബി തന്റെ പിതാവിനെ കൊന്നു എന്നുള്ള സംശയം ഈ ഡങ്കന്റെ 2 ആൺകുട്ടികളായിട്ടുള്ള മക്കൾക്കും സംശയം വരും. അതിനുശേഷം ഈ മക്കള് കരുതും തങ്ങൾ ഇനിയും എവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജാവായിട്ടുള്ള ഈ രാജ്യം ഭരിക്കുന്ന രാജാവിനെ നിഷ്പ്രയാസം കൊല്ലാമെങ്കിൽ മക്കളായിട്ടുള്ള തന്നെയും അവർ കൊല്ലുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് ഈ മക്കൾ ചിന്തിക്കും. ആരൊക്കെയാണ് മക്കള്? മാൽക്കോമും ഡൊണാൾബിനും അവര് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഇവര് 2 പേരും നാട് വിടും. ഇവർ 2 പേരും എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് ഒരാള് ഇംഗ്ലണ്ടിലോട്ടും ഒരാള് അയർലാൻഡിലോട്ടാണ് നാട് വിടുന്നത്. അങ്ങനെ ഇവർ 2 സ്ഥലങ്ങളിലോട്ട് നാട് വിട്ട് കഴിയുമ്പോഴത്തേക്കും സാധാരണ രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അടുത്ത രാജാവ് ആവേണ്ടത് രാജാവിന്റെ മക്കളാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? രാജാവും മരണപ്പെട്ടു, രാജാവിന്റെ 2 മക്കള് നാട് വിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ അനന്തരാവകാശികളില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞുള്ള അടുത്ത പൊസിഷനിൽ നിൽക്കുന്ന ആളാരാണ്? മാക്ബത്താണ്. കാരണം മാക്ബത്തിന് തെയ്ൻ ഓഫ് കവഡർ എന്നുള്ള പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത് ഇനി രാജാവ് ആവാനായിട്ടുള്ള യോഗ്യത ഉള്ളത് മാക്ബത്തിനാണ്. അങ്ങനെ മാക്ബത്ത് രാജാവാവുകയും മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്ത് ഈ സ്കോട്ട്ലാൻഡിലെ ക്യൂണായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവര് രാജഭരണത്തിൽ കയറി കഴിയുമ്പോഴാണ് ഇവർക്ക് ഒരു സമാധാനം ഇല്ല എന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ ദിവസവും മാക്ബത്തിനാണെങ്കിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള രാജാവായിട്ടുള്ള ഡങ്കനെ കൊന്നിട്ടാണല്ലോ താൻ ഈ ഒരു രാജഭരണത്തിൽ വന്നത് എന്നുള്ള ഒരു ഇമോഷണലി ഉള്ള വിഷമങ്ങൾ ആയിട്ടാണ് നിൽക്കുന്നത് ഇവർ 2 പേരും. ഭാര്യയ്ക്കാണേലും വിഷമമാണ്, ഒരാളെ കൊന്നിട്ടാണല്ലോ ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയത് എന്നുള്ള ഒരു വിഷമം ഇവർക്കുണ്ട്. അങ്ങനെ മാക്ബത്ത് രാജാവായതിനു ശേഷം വിച്ചസ് പറഞ്ഞ 3 പ്രൊവസീസിനെ കുറിച്ച് മാക്ബത്ത് ചിന്തിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രൊവസി എന്താണ്? തെയ്ൻ ഓഫ് കവഡർ മാക്ബത്ത് ആവുമെന്ന്. അപ്പൊ ആ ഒരു പ്രൊവസി ഓൾറെഡി നടന്നിട്ടുണ്ട്. അതുപോലെ 2ാമത്തെ പ്രൊവസി എന്തായിരുന്നു? മാക്ബത്ത് കിങ് ആവും എന്നായിരുന്നു 2ാമത്തെ പ്രൊവസി. ആ പ്രൊവസിയും നടന്നിട്ടുണ്ട്. 3ാമത്തെ പ്രൊവസി എന്തായിരുന്നു? ബാങ്കോമിന്റെ പുത്രനോ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് റിലേഷനിൽ വരുന്ന
ആരെങ്കിലും രാജാവാവും എന്നായിരുന്നു മൂന്നാമത്തെ പ്രവചനം. അപ്പോൾ മാക്ബത്ത് ചിന്തിക്കുകയാണ്, ആ വിച്ചസ് പറഞ്ഞ 3 പ്രവചനങ്ങളിൽ 2 എണ്ണവും ഓൾറെഡി ഇപ്പോൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രവസി നടക്കാനും സാധ്യതകൾ കൂടുതലാണ്. മൂന്നാമത്തെ പ്രവസിയിൽ എന്താണ് പറയുന്നത്? ബാൻഗോ നമ്മൾ പറഞ്ഞു, മാക്ബത്തും ബാൻഗോയും ഒക്കെ ഒരുമിച്ചായിരുന്നു യുദ്ധത്തിനൊക്കെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ബാൻഗോ ക്യാപ്റ്റൻ ജനറൽ പോലുള്ള ഒരാളാണ്, സോൾജിയറാണ്. അപ്പോൾ ബാൻഗോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി നിലവിൽ സംശയമുണ്ട്, ഡങ്കനെ കൊന്നത് മാക്ബത്ത് ആണോ എന്നുള്ള ഒരു സംശയം ഓൾറെഡി ബാൻഗോയ്ക്ക് ഉണ്ട്. ആ ബാൻഗോയുടെ മകനോ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ഒരാളോ കിങ് ആവുമെന്നായിരുന്നു ആ ഒരു മൂന്നാമത്തെ പ്രവസി. ആ സമയത്ത് മാക്ബത്ത് ചിന്തിക്കുകയാണ്, എന്തായാലും 2 പ്രവസി നടന്നു, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രവസി നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാൻഗോയിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും കിങ് ആവണമെങ്കിൽ എൻ്റെ ഈ ഒരു കിരീടം നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഞാൻ രാജാവാവാതിരുന്നാൽ മാത്രമല്ലേ, എൻ്റെ ഈ രാജാവിൻ്റെ ഈ ഒരു പട്ടം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലല്ലേ ബാൻഗോന്റെ ആർക്കെങ്കിലും രാജാവാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്ബത്തിന് ഇപ്പൊ ഈ ഒരു രാജഭരണം കയ്യിൽ കിട്ടിയപ്പോഴേ കുറച്ചുകൂടെ അദ്ദേഹം പൊസസീവായി. തനിക്ക് ഇനി ഈ രാജ്യം ഭരിക്കണമെന്നും ആരെയും ഈ ഒരു ഭരണത്തിലോട്ട് കടത്തില്ല എന്നുള്ള ആ ഒരു അധികാര മോഹത്തിലോട്ട്, ദുർവിനിയോഗത്തിലോട്ടൊക്കെ മാക്ബത്ത് കടന്നു കഴിഞ്ഞു. സോ മാക്ബത്ത് ചിന്തിക്കുകയാണ്, ബാൻഗോനെ ഇങ്ങനെ വെറുതെ വിട്ടാല് അവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇന്ന് രാജാവാവും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം, അതിന് നടത്തി കൊടുക്കരുത്, ആ ഒരു പ്രവസി സംഭവിക്കാനായിട്ട് ഇടവരുത്തരുത് എന്ന് മാക്ബത്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ മാക്ബത്ത് ചിന്തിക്കുകയാണ്, ബാൻഗോയുടെ പുത്രന്മാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലോ ഈ രാജാവാവാതിരിക്കണമെങ്കിൽ ബാൻഗോനെയും കുടുംബത്തിനെയും വധിക്കണം എന്നുള്ള ഒരു ഐഡിയയിലോട്ട് നമ്മളുടെ മാക്ബത്ത് ചെന്നെത്തുകയാണ്. ഈ സമയത്ത് ഈ ബാൻഗോ എന്ന് പറയുമ്പോൾ മാക്ബത്തിൻ്റെയും കൂടെ സുഹൃത്താണല്ലോ. അപ്പൊ മാക്ബത്ത് പറയും, ഞാനിവിടെ രാജാവായിട്ടുണ്ടല്ലോ. ബാൻഗോയുടെ അടുത്ത് പറയും, ഞാനിവിടെ രാജാവായിട്ടുണ്ടല്ലോ, സോ ഇന്ന് ഈവനിങ് ഞാനൊരു ഗോൾഡൻ ഫീസ്റ്റ് നടത്തുന്നുണ്ട്. ഗോൾഡൻ മീൻസ് ഒരു റോയൽ ഫീസ്റ്റ് നടത്തുന്നുണ്ട്, ഒരു സൽക്കാര വിരുന്ന് നടത്തുന്നുണ്ട്. അവിടെ നീ നിന്റെ മകനുമായിട്ട് വരണം, നമുക്ക് ഇന്ന് ആഘോഷിക്കാം, ഞാൻ രാജാവായതല്ലേ എന്ന് പറഞ്ഞ് ബാൻഗോനെ വിളിക്കും. ഓക്കെ, ബാൻഗോ പറയും, ഓക്കെ അതിനെന്താ ഞാൻ വന്നേക്കാന്ന് പറയും. ഈ ബാൻഗോ വരുന്ന വഴിയിൽ മാക്ബത്ത് 2 പടയാളികളെ റെഡിയാക്കി നിർത്തും. എന്തിനാന്ന് വെച്ചാൽ ബാൻഗോയുടെ മകനെയും കൊന്നുകളയാനായിട്ട് മാക്ബത്ത് 2 പടയാളികളെ റെഡിയാക്കി നിർത്തും. വൈകിട്ട് നടക്കുന്ന ഈ ഒരു റോയൽ ഫീസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന ബാൻഗോയിനെയും പുത്രനെയും ഈ പടയാളികളെ ആക്രമിക്കുകയും ബാൻഗോവിനെ ആ ഒരു സ്ഥലത്ത് വെച്ച് കൊന്നുകളയും ചെയ്യും. കൊന്നുകളയുന്ന സമയത്ത് മകനെ കൊല്ലാനായിട്ടാണ് മെയിനായിട്ട് മാക്ബത്ത് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്തത്, ബാൻഗോയുടെ മകനെ കൊല്ലാനായിട്ട്. പക്ഷെ ബാൻഗോനെ കൊല്ലും, പക്ഷെ ബാൻഗോയുടെ മകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു രാജ്യത്തിൽ പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പടയാളികൾ ഈ ഒരു ഇൻഫോർമേഷൻ മാക്ബത്തിനെ അറിയിക്കും. മകനെ കൊല്ലാനായിട്ട് പറ്റിയില്ല, ബാൻഗോനെ മാത്രമേ കൊല്ലാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയും. ഈ സമയത്ത് ഇത് കേൾക്കുമ്പോൾ മാക്ബത്തിന് ഒരു വിഷമം വരും. കാരണം ബാൻഗോയുടെ പുത്രന്മാരോ ആരെങ്കിലും രാജാവാവുമെന്നാണല്ലോ പറഞ്ഞത്, പക്ഷെ ആ ഒരു മകനാണെങ്കിലോ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ തിരിച്ചു വരുമോ? എന്നിട്ട് മാക്ബത്ത് കരുതും, അച്ഛനെ ഇവിടെ വെച്ച് കൊന്നതല്ലേ, അതുകൊണ്ട് മകൻ ഇനി തിരിച്ചു വരില്ല എന്ന് നമ്മളുടെ മാക്ബത്ത് ചിന്തിക്കും. അങ്ങനെ ഇവർ വൈകിട്ട് ഈ ഒരു സൽക്കാര വിരുന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. സൽക്കാര വിരുന്നില് ആ ഒരു രാജ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് മാക്ബത്തും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന മാക്ബത്ത് ഇരിക്കുന്ന ചെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയറിൽ ആരാണ്? നമ്മളുടെ ബാൻഗോയിന്റെ ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അതിനെ ബാൻക്വറ്റ് സീൻ എന്നാണ് ഈ ഒരു സീനിനെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഈ ഒരു മാക്ബത്ത് ഇരിക്കുന്ന ചെയറിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഉള്ള ചെയറിൽ ബാൻഗോയിന്റെ പ്രേതം, മരണപ്പെട്ട ആ ഒരു ബാൻഗോയിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
തുറച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാക്ബത്ത് ഭയങ്കരമായിട്ട് ഷോക്കാവും. അദ്ദേഹത്തിന്റെ നല്ല ബോധം എല്ലാം പോവും മാക്ബത്തിന്റെ. കാരണം മാക്ബത്ത് അറിയാമല്ലോ, ഓൾറെഡി അറിയാം ബാൻഗോ മരിച്ചിട്ടുണ്ട്, ഇത് ഗോസ്റ്റാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ മാക്ബത്ത് ഇരുന്ന് പിച്ചും പയ്യും പറയാൻ തുടങ്ങും, നീ എന്റെ ശത്രുവാണ്, നീ നിന്റെ മകനെയൊന്നും ഞാൻ ഇവിടെ രാജാവാക്കാൻ സമ്മതിക്കത്തില്ല, നിന്നെ ഞാൻ കൊന്നുപോലെ നിന്റെ കുടുംബത്തിനെ ഞാൻ കൊല്ലൂന്ന് ഒക്കെ പറഞ്ഞ് മാക്ബത്ത് ഇങ്ങനെ ഓരോ പിച്ചും പയ്യും ഈ ഒരു സൽക്കാര വിരുന്നിനിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് പറയും. അപ്പൊ ഈ ബാൻഗോയുടെ പ്രേതത്തിനെ മാക്ബത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. കാരണം അതൊരു പ്രേതമാണല്ലോ. അപ്പോൾ ഈ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ മാക്ബത്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. ആക്ച്വലി മാക്ബത്ത് പ്രേതത്തിനോട് ആണ് സംസാരിക്കുന്നത്, പക്ഷെ ചുറ്റും ഇരിക്കുന്നവർ നോക്കുമ്പോൾ മാക്ബത്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മാക്ബത്ത് അതിൽ പറയുന്നുണ്ടായിരുന്നു, നിന്നെ കൊല്ലും, അന്ന് കൊന്നപോലെ കൊല്ലും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനെ കൊല്ലും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു സൽക്കാര വിരുന്നിലിരിക്കുന്ന ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. ഇനി ബാൻഗോനെയും കൊന്നത് ഇവനാണോ, ഡങ്കനെയും കൊന്നത് ഇവനാണോ, രാജാവാൻ വേണ്ടി ഇവൻ ഇത് ചെയ്തതാണോ എന്നുള്ള സംശയങ്ങൾ ചിലർക്ക് ഉണ്ടാവും. ഈ സമയത്ത് ലേഡി മാക്ബത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുകയാണ്. ലേഡി മാക്ബത്ത് അപ്പോൾ അടുത്തിരിക്കുന്നവരടുത്ത് പറയും, ഈ സൽക്കാര വിരുന്നിലിരിക്കുന്ന സമയത്ത് പറയും, അയ്യോ നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുതേ, മാക്ബത്തിന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മാനസിക പ്രോബ്ലം ഉണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ട വിഷമമുണ്ട്, അതുകൊണ്ടുള്ള ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നതാണ്, അല്ലാതെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ലേഡി മാക്ബത്ത് നൈസായിട്ട് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യും. അത് കഴിഞ്ഞ് ഈ സൽക്കാര വിരുന്നൊക്കെ കഴിഞ്ഞു പോവും, ഈ പ്രേതവും ഇൻവിസിബിൾ ആവും. പക്ഷെ ഇൻവിസിബിൾ ആവുമെങ്കിലും നമ്മളുടെ മാക്ബത്തിന് പിന്നെ അത് ഭയങ്കര ഒരു ടെൻഷനാവും. കാരണം പ്രേതം തന്നെ തേടി വന്നിരിക്കുകയാണ്, ഇനി തൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ഒരു ആദി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വരും. ആദി വരുന്ന സമയത്തേക്ക് മാക്ബത്ത് ചിന്തിക്കും, ഇത്രയും കാര്യങ്ങളിലൊക്കെ കൊണ്ടെത്തിച്ചത് ആ വിച്ചസ് ആണല്ലോ, വിച്ചസ് ആണ് 3 പ്രൊഫസീസ് പറഞ്ഞത്, അത് ആ 2 അതുപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നറിയണമെങ്കിൽ ഞാൻ ഇനിയും ആ വിച്ചസിനെ പോയി കാണണമെന്ന് മാക്ബത്ത് തീരുമാനിക്കും. അങ്ങനെ മാക്ബത്ത് ഒറ്റയ്ക്ക് ഒരു കണ്ടൽ കാടിന്റെ ഇടയിലൂടെ ഇവരെ കാണാനായിട്ട് പോകും, വിച്ചസിനെ കാണാൻ പോകും. ദുർമന്ത്രവാദികളെ കാണാൻ പോകുന്ന സമയത്ത് പിന്നെയും ആ 3 ദുർമന്ത്രവാദികളും മാക്ബത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മാക്ബത്ത് കടന്നുപോയ എല്ലാ കാര്യങ്ങളും പറയും. ഇതുപോലെ കിങ്ങായ കാര്യവും, ഇതുപോലെ ബെൻഗോന്റെ പ്രേതം തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും, അതുപോലെ തന്നെ രാജാവായെങ്കിലും തനിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ദുർമന്ത്രവാദികളോട് 3 വിച്ചസിനോട് പറയും. ആ സമയത്ത് ഈ 3 വിച്ചസ് അടുത്ത 3 പ്രൊഫസീസ് പറയും. ഓക്കെ, അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം 3 വിച്ചസ് പറഞ്ഞ പ്രൊഫസീസ് പറഞ്ഞു, രണ്ടാമത് ഇപ്പോ ഈ 3 വിച്ചസും പറഞ്ഞ അടുത്ത 3 പ്രൊഫസീസ് ആണ് ഞാനിവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാക്ബത്ത് ഈ വിച്ചസിനോട് പറയാണ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നതിൽ എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കായിരുന്നു എന്ന് മാക്ബത്ത് പറയും. ആ സമയത്ത് വിച്ചസ് പറയുന്ന 1ാമത്തെ പ്രൊഫസി, നീ മാക്ഡഫിനെ സൂക്ഷിക്കണം, ബിവെയർ ഓഫ് മാക്ഡഫ്. മാക്ഡഫ് ആരാന്ന് വെച്ചാൽ നമ്മൾ ഈ ബാൻഗോ മാക്ബത്തൊക്കെ ഡങ്കന്റെ കൂട്ടുകാരാണല്ലോ, ഓൾസോ ആ ഒരു റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അതുപോലെ ഡങ്കന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് മാക്ഡഫ്. അപ്പൊ പ്രൊഫസി നമ്പർ 1 എന്താണ്? ബിവെയർ ഓഫ് മാക്ഡഫ്, മാക്ഡഫിനെ നീ സൂക്ഷിക്കണം എന്ന് ഈ ഒരു മാക്ബത്തിനോട് വിച്ചസ് പറയാണ്. 2ാമത്തെ പ്രൊഫസി എന്താണ്? വുമൺ ബോണ്ട് ചൈൽഡ് കോൺ കിൽ മാക്ബത്ത്. മാക്ബത്തിനെ ഒരു സ്ത്രീയിൽ ജനിച്ച ഒരാൾക്ക് കൊല്ലുവാനായിട്ട് സാധിക്കില്ല. സ്ത്രീയിൽ ജനിച്ച ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ സ്ത്രീയിൽ ജനിച്ച ഒരാൾക്ക് സ്ത്രീയിൽ 2ാമത്തെ പ്രൊഫസി ഇതായിരുന്നു, സ്ത്രീയിൽ ജനിക്കാത്ത ഒരു കുഞ്ഞിനെ നിന്നെ കൊല്ലാൻ പറ്റുള്ളൂ. സ്ത്രീയിൽ ജനിക്കാത്ത ഒരാൾക്ക് മാക്ബത്തിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്നാണ് 2ാമത്തെ പ്രൊഫസി വരുന്നത്. പിന്നെ 3ാമത്തെ പ്രൊഫസി എന്താണ് പറയുന്നത്? ബിർണം വുഡ്സ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ബിർണം കാടുകൾ മൂവായി വരും. ബിർണം വുഡ്സ് എന്ന് പറയുമ്പോൾ ബിർണം കാടാണ്, അതൊരു നമ്മൾ പറയത്തില്ലേ ഈ കണ്ടൽക്കാട് ഒക്കെ, നമ്മൾ ഈ പൊന്മുടി ഒരു റിസർവേഷൻ ഒക്കെ ഇല്ലേ, പൊന്മുടിയുടെ അപ്പുറം എന്താണ് അഗസ്ത്യാർകൂട, ഇതൊക്കെ ഓരോ വലിയ വലിയ കാടുകളാണ്. അതുപോലെയുള്ള ഒരു സ്ഥലമാണ് ബിർണം വുഡ്സ്, ബിർണം കാടുകൾ. അപ്പോൾ ആ കാടുകള് മൂവായി എവിടെ വന്നാലേ നിന്റെ മരണം സംഭവിക്കുള്ളൂ ഇതാണ് 3ാമത് പറഞ്ഞ പ്രൊഫസി. അങ്ങനെ ഇത്രയും 3 പ്രൊഫസി പറഞ്ഞിട്ട് നമ്മളുടെ
വിച്ചസ് അവിടെ നിന്ന് ഇൻവിസിബിൾ ആയി പോവുകയാണ്. അപ്പൊ ഈ 3 പ്രോസി കേൾക്കുമ്പോൾ നമ്മളുടെ മാക്ബത്തിന് കുറച്ച് ആശ്വാസം വരും. കാരണം ഒന്നാമത് പറഞ്ഞ പ്രോസി എന്താണ്? മാക്ഡഫിനെ സൂക്ഷിക്കുക. അപ്പൊ മാക്ഡഫിനെ സൂക്ഷിക്കുക, എനിക്ക് എന്തെങ്കിലും ചെയ്യാം, കാരണം രാജാവിനെ കൊല്ലാമെങ്കിൽ ഇവനെ സൂക്ഷിക്കാനാണോ എനിക്ക് പാടെന്നുള്ള ചിന്ത നമ്മളുടെ മാക്ബത്തിന് വരും. രണ്ടാമത്തെ പ്രോസി എന്താണ്? ഒരു സ്ത്രീയിൽ ജനിക്കാത്ത കുഞ്ഞിനെ മാത്രമേ, ഒരു സ്ത്രീയിൽ ജനിക്കാത്ത ഒരാൾക്ക് മാത്രമേ മാക്ബത്തിനെ കൊല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതായിരുന്നു രണ്ടാമത്തെ പ്രോസി. അപ്പൊ മാക്ബത്ത് ചിന്തിക്കുകയാണ്, ലോകത്ത് ഏതൊരു ജീവിയും ഈ ഭൂമിയിലോട്ട് വരണമെങ്കിൽ അതൊരു സ്ത്രീയിലൂടെ ആയിരിക്കണം. ഒരു സ്ത്രീ പ്രസവിക്കാതെ ഒരു ജീവിയും പുറത്തോട്ട് വരില്ലല്ലോ. ഒരു ജീവിയും, അല്ലെങ്കിൽ ഇപ്പൊ മനുഷ്യനാണെങ്കിൽ പോലും ഒരു സ്ത്രീയിലൂടെ അല്ലാതെ ഈ ഒരു ഭൂമിയിലോട്ട് വരില്ല. അപ്പോൾ സ്ത്രീയിൽ ജനിക്കാത്ത ഒരു ആൾക്ക് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഈ ഒരു ലോകത്തില്ലല്ലോ എന്ന് മാക്ബത്ത് ചിന്തിക്കും. അപ്പോൾ ആ ഒരു പ്രവസി ഒരിക്കലും നടക്കില്ല. അപ്പൊ അങ്ങനെ ഒരാൾ ലോകത്തില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് എന്നെ കൊല്ലാനായിട്ട് പറ്റില്ല എന്നോർത്ത് മാക്ബത്ത് സന്തോഷിക്കും. മൂന്നാമത്തെ പ്രോസി എന്തായിരുന്നു? ബർണം കാടുകൾ മൂവ് ചെയ്ത് ഇവിടെ വരും, സ്കോട്ട്ലാൻഡിൽ വരും. ഇതായിരുന്നു മൂന്നാമത്തെ പ്രോസി. അപ്പോൾ മാക്ബത്ത് അതും ആലോചിക്കും, ഒരു കാട് തന്നെ ഇളകി, ബ്രണ്ണോ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഫോറസ്റ്റ് ആണ്. അപ്പൊ കാട് തന്നെ മുഴുവനായിട്ട് ഇങ്ങോട്ട് വരിക എന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഒരു വാഹനം ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ വന്നെന്ന് പറയാം, പക്ഷെ ഒരു വലിയ കാട് അനങ്ങി വേറൊരു രാജ്യത്തിൽ വന്നെന്നൊക്കെ വെച്ചാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ മാക്ബത്ത് ചിന്തിക്കും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല, കാരണം സ്ത്രീയിൽ ജനിക്കാത്ത കുഞ്ഞിന് മാത്രമേ, സ്ത്രീയിൽ ജനിക്കാത്ത ഒരാൾക്ക് മാത്രമേ മാക്ബത്തിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആ പ്രോസി. പക്ഷെ അങ്ങനെ ഒരാളില്ലാത്ത പക്ഷം എനിക്ക് മരണമില്ല എന്നോർത്ത് മാക്ബത്ത് ഓവർ കോൺഫിഡൻസ് ആവും. അപ്പൊ അതുവരെ ഈ മാക്ബത്തിന് ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, തന്നെ ആരെങ്കിലും കൊല്ലുവോ, തന്നെ ആരെങ്കിലും ഇല്ലാതാക്കുവോ, ആ പ്രേതം എന്നെ ഇല്ലാതാക്കുവോ, ബാങ്കോയുടെ ആത്മാവ് വന്ന് എന്നെ ഈ സമാധാനം കളയൂ എന്നൊക്കെ ഓർത്ത് മാക്ബത്തിന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോസസ് കേട്ടപ്പോൾ മാക്ബത്തിന് ഒരു ഓവർ കോൺഫിഡൻസ് ആവും, തന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നും താൻ എല്ലാവരെയും ഇല്ലാതാക്കുമെന്നും ഈ രാജ്യം സ്വയം ഭരിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് മാക്ബത്തിന് വന്നു. ഓക്കെ, അങ്ങനെ വിച്ചസിനെ കണ്ട് മാക്ബത്ത് തിരിച്ചു വരികയാണ്. ഈ സമയത്താണ് മാക്ബത്തിന്റെ കൊട്ടാരത്തിൽ വേറൊരു സീൻ നടക്കുന്നുണ്ട്. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീന്. ആ സീനിന്റെ പേര് ദ സ്ലീപ്പ് വാക്കിംഗ് സീൻ എന്നാണ്. ദ സ്ലീപ്പ് വാക്കിംഗ് സീൻ. സ്ലീപ്പ് വാക്കിംഗ് സീൻ എന്ന് വെച്ചാൽ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന സീനാണത്. ഓക്കെ, അത് ആർക്കാണ് ഈ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന സീൻ വന്നതെന്ന് വെച്ചാൽ മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനെ ഈ മാക്ബത്ത് വിച്ചസിനെ കാണാൻ പോയ ആ സമയം തൊട്ട് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. കാരണം ഈ മാക്ബത്തിന്റെ ഭാര്യയ്ക്ക് ഡങ്കനെ ഒന്നും അറിയാത്ത ഒരു രാജാവിനെ കൊന്നു, അതിലൂടെ രാജാവിന്റെ മക്കളെ നാട് കടത്തിയെന്നും തൻ്റെ ഭർത്താവും താനും ഈ ഉപയോഗിക്കുന്ന രാജഭരണം വേറെ ഒരാളെ കൊന്നിട്ടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഡങ്കന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിന്, ഡങ്കന്റെ അല്ല, മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക വിഷമങ്ങൾ വന്നു. ഓൾസോ ലേഡി മാക്ബത്തിന് വിഷമം വന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ താൻ കാരണമാണ് തൻ്റെ ഭർത്താവ് ഒരു കൊലയാളിയായത്. മാക്ബത്ത് ഒരു പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഒരാളായിരുന്നു തൻ്റെ ഭർത്താവ്. പക്ഷെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തനിക്ക് ഇവിടുത്തെ രാജ്ഞിയാവണം എന്നുള്ള അത്യാഗ്രഹം മൂലം തൻ്റെ ഭർത്താവിനെ താൻ ഒരു കൊലയാളിയാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ലേഡി മാക്ബത്തിന് വരുന്നുണ്ട്. അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ വന്ന് നമ്മളുടെ ലേഡി മാക്ബത്ത് ഉറക്കത്തിൽ എണീറ്റ് നടക്കാൻ തുടങ്ങി. അതാണ് ദ സ്ലീപ്പ് വാക്കിംഗ് സീൻ എന്നുള്ള ഈ ഒരു സീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ ഈ ഒരു സീനില് മാക്ബത്തിന്റെ ഭാര്യ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും അവർക്ക് മനസ്സമാധാനം ഇല്ലാതെ ഈ ലേഡി മാക്ബത്ത് എണീറ്റ് നടക്കുകയാണ്. എണീറ്റ് നടക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ കൊന്നുപോയി, എൻ്റെ കയ്യിൽ ചോരയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിച്ചും പെയ്യും പറയും. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് സംശയങ്ങൾ വരും. ഓൾറെഡി ആ രാജ്യത്തെ പലർക്കും അപ്പോഴത്തേക്ക് സംശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാക്ബത്താണോ പഴയ രാജാവായിട്ടുള്ള ലങ്കനെ കൊന്നതെന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ലീപ്പ് വാക്കിംഗ് സ്റ്റേജില് രാജ്ഞി ലേഡി മാക്ബത്തോട് ഇങ്ങനെയുള്ള പിച്ചും പെയ്യും പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയി ഇവരാണ് ഈ ഡങ്കനെ കൊന്നു എന്നുള്ള ഒരു സംശയങ്ങൾ വന്നു തുടങ്ങി.
അങ്ങനെ സ്ലീപ്പ് വാക്കിംഗ് സ്റ്റേജൊക്കെ വന്ന സമയത്ത് ഇവരുടെ ആ ഒരു കൊട്ടാരത്തിലെ ഡോക്ടർ മാക്ബത്തിനെ കാര്യങ്ങൾ അറിയിച്ചു. ഭാര്യയ്ക്ക് ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഇങ്ങനെ പശ്ചാത്തലം ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. ഇത് കേൾക്കുമ്പോൾ മാക്ബത്തിനും ഒരു ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങൾ വരും. കാരണം അയാളും പിന്നെ ചിന്തിക്കും, അയ്യോ ഭാര്യ രാജ്ഞിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്, പക്ഷെ അവൾക്ക് ഇപ്പോ സന്തോഷമോ സമാധാനമോ ഇല്ല. അവളിങ്ങനെ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാണ് ഉറക്കത്തില്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഈ മാക്ബത്തിന്റെ ഭാര്യ ലേഡി മാക്ബത്ത് ഇങ്ങനെ ഓരോന്ന് ഓർത്ത് പിച്ചും പെയ്യും പറയുന്ന ഒരു സമയമുണ്ട്. ആ പറയുന്ന സമയത്ത് ഈ ലേഡി മാക്ബത്തിന്റെ കയ്യിൽ ചോരയൊക്കെ കയ്യിലിരിക്കുന്ന പോലെ തോന്നും. കാരണം ഡങ്കനെ കൊന്ന സമയത്ത് ലേഡി മാക്ബത്തിന്റെ കയ്യിൽ ചോര പരണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലേഡി മാക്ബത്തിന്റെ മനസ്സിൽ ഓർമ്മ വരും. തൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലഡ് ഇരിക്കുന്ന പോലെയുള്ള ചിന്തകളൊക്കെ വരും. ആ സമയത്ത് ലേഡി മാക്ബത്ത് ഒന്ന് പറയുന്നുണ്ട്, അറേബ്യയിലെ ഏറ്റവും വില കൂടിയ എത്ര പെർഫ്യൂമുകൾ വച്ച് കൈ കഴുകിയാൽ പോലും ഈ പാപം എൻ്റെ കയ്യിൽ നിന്ന് കഴുകിക്കളയാനായിട്ട് പറ്റില്ല എന്ന് ലേഡി മാക്ബത്ത് പറയുന്നുണ്ട്. കാരണം താൻ ഇനി എന്തൊക്കെ ശിക്ഷകൾ ഏറ്റുവാങ്ങിയാലും താൻ ഈ ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മളുടെ ലേഡി മാക്ബത്തിന് മനസ്സിലാവുന്നുണ്ട്. ആ സെന്റൻസ് ഇങ്ങനെയായിരുന്നു, അറേബ്യയിലെ എത്ര വില കൂടിയ പെർഫ്യൂമുകൾ വെച്ച് കൈ കഴുകിയാലും ഈ ഒരു പാപങ്ങളിൽ നിന്ന് തനിക്ക് മോക്ഷം കിട്ടത്തില്ല, തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ലേഡി മാക്ബത്ത് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം മാക്ബത്തിന്റെ സൈഡ് എടുത്താൽ മാക്ബത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഈ രാജാവായെങ്കിലും ഇന്നേ വരെ സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ ഈ ഒരു രാജഭരണത്തില് രാജ്യം ഭരിക്കാനായിട്ട് മാക്ബത്തിന് സാധിച്ചിട്ടില്ല. ഈ സമയത്താണ് വേറൊരു കാര്യം നടക്കുന്നത്. നമ്മളുടെ മാക്ടഫ് ഉണ്ടല്ലോ, മാക്ടഫ് ഇവിടെ ഒരു പ്രൊവസീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രൊവസീസ് സെറ്റ് എന്തായിരുന്നു? ബിവെയർ ഓഫ് മാക്ഡഫ്. അപ്പൊ നമ്മളുടെ മാക്ബത്ത് ചിന്തിക്കുകയാണ്, രാജാവായിട്ടുള്ള മാക്ബത്ത് ചിന്തിക്കുകയാണ്, ലാസ്റ്റ് പറഞ്ഞ രണ്ട് പ്രൊവസി ഒരിക്കലും നടക്കില്ല. കാരണം ഒരു സ്ത്രീയിൽ ജനിക്കാത്ത കുഞ്ഞ് അങ്ങനെ ഒരാള് ലോകത്തില്ല. അപ്പൊ ആ പ്രൊവസി നടക്കില്ല. ബ്രണ്ണം കാർഡുകൾ മൂവ് ചെയ്ത് വരാനും പോകുന്നില്ല. പിന്നെ പറഞ്ഞ പ്രൊവസി എന്തായിരുന്നു? മാക്ഡഫിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ മാക്ഡഫിനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അയാളെ ശ്രദ്ധിക്കണമെങ്കിൽ അയാളെ തട്ടിക്കളയണം, മാക്ഡഫിനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ മാക്ഡഫിന് ഓൾറെഡി അറിയാം മാക്ബത്താണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള സൂചനകൾ മാക്ഡഫിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്ബത്ത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുറച്ച് പടയാളികളെ ഈ ഒരു മാക്ഡഫിന്റെ വീട്ടിലോട്ട് പറഞ്ഞേക്കും, മാക്ഡഫിനെയും മാക്ഡഫിന്റെ കുടുംബത്തിനെയും കൊല്ലാനായിട്ട്. പക്ഷെ ആ സമയത്ത് മാക്ഡഫ് ഇംഗ്ലണ്ടിലായിരുന്നോണ്ട് തന്നെ ആ വീട്ടില് മാക്ഡഫിന്റെ വീട്ടില് മാക്ഡഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പടയാളികള് മാക്ബത്ത് പറഞ്ഞയച്ച ആളുകള് മാക്ഡഫിന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നിഷ്ക്രൂണം കൊന്നുകളയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊന്നുകളഞ്ഞിട്ട് അവർ തിരിച്ച് ഈ രാജാവിൻ്റെ അടുത്ത് ഒന്ന് പറയും, മാക്ഡഫ് അവിടെ ഇല്ലായിരുന്നു, അവന്റെ കുടുംബത്തിനെല്ലാം ഞങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഈ സമയം കേൾക്കുമ്പോൾ മാക്ഡഫിന് ഒരു വിഷമം വരും. എന്താന്ന് വെച്ചാൽ പറഞ്ഞയച്ചത് മാക്ഡഫിനെ കൊല്ലാനാണല്ലോ, പക്ഷെ അവ ഇവിടെ ഇല്ലതാനും, അവ ഇംഗ്ലണ്ടിലാണല്ലോ എന്നുള്ള തോന്നും. ഈ സമയത്ത് ഇംഗ്ലണ്ടിലിരിക്കുന്ന മാക്ഡഫിന് ഈ ഒരു മെസ്സേജ് ചെല്ലും, തൻ്റെ ഒന്നും അറിയാത്ത ഭാര്യയെയും മക്കളെയും മാക്ബത്ത് കൊന്നു കളഞ്ഞു എന്നുള്ള വളരെ വേദന നിറഞ്ഞ ആ ഒരു ന്യൂസ് മാക്ഡഫിന്റെ ചെവിയിലെത്തും. അപ്പൊ അദ്ദേഹം വളരെയായിട്ട് വയലന്റ് ആവും, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആവും. കാരണം ഒന്നും അറിയാത്ത കുടുംബത്തിനെയാണ് മാക്ബത്ത് ആ ഒരു രാജഭരണത്തിന് വേണ്ടി ഇല്ലാതാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എങ്ങനെ മാക്ബത്തിന് തിരിച്ച് പണി കൊടുക്കാമെന്ന് മാക്ഡഫ് ചിന്തിച്ചു കൊടുക്കും. അപ്പൊ മാക്ഡഫ് പിന്നെ കരുതും, ഇത്രയും പേര് അവൻ കൊന്നു, ഒന്നും അറിയാത്ത തന്റെ കുടുംബത്തിനെയും കൊന്നു, ഇനിയും അവനെ ഈ ഒരു രാജഭരണത്തിൽ ഇങ്ങനെ നിർത്തിക്കൂടാ, അവനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇനിയും ഒന്നും അറിയാത്ത കുടുംബങ്ങളെ അവൻ കൊന്നു തള്ളും എന്നുള്ള സത്യം മാക്ഡഫ് മനസ്സിലാക്കും. അങ്ങനെ മാക്ഡഫും നമ്മളുടെ ഡങ്കൻ ആദ്യത്തെ രാജാവ് മാക്ബത്ത് കൊന്ന ഡങ്കന്റെ ഒരു മകനായിട്ടുള്ള മാൽക്കമും
പിന്നെ ഇംഗ്ലണ്ടിലെ ആർമിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കും. അപ്പൊ ഇംഗ്ലണ്ടിലെ ആർമി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആർമി ആയിരുന്നു. അവരുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഈ മാക്ഡഫും ഡങ്കന്റെ മകനും ഇംഗ്ലണ്ട് ആർമീനെ അറിയിക്കും. ഇങ്ങനെ അപ്പുറം ഭരിക്കുന്ന ഈ മാക്ബത്ത് ഭയങ്കര ക്രൂരനാണോ എന്ന് പറയാത്ത ആളുകളെ ഇതുപോലെ കൊല്ലുന്നുണ്ട്, രാജഭരണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു ഇംഗ്ലണ്ട് ആർമീനെ അറിയിക്കും. അങ്ങനെ ഇംഗ്ലണ്ട് ആർമിയും ഇവരുടെ കൂടെ കൂട്ടുചേർന്നിട്ട് ഇവർ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കും. ആരൊക്കെയാണ്? ഇംഗ്ലണ്ട് ആർമിയും മാക്ഡഫും ഡങ്കന്റെ മകനായിട്ടുള്ള മാൽക്കമും കൂടെ ഒരുമിച്ച് ഇംഗ്ലണ്ട് ആർമിയുടെ കൂടെ മാക്ബത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കും. ഈ ന്യൂസ് മാക്ബത്തിന്റെ ചെവിയിലെത്തും. എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് നിനക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഇതുപോലെ ഡങ്കന്റെ മകനും ഒക്കെ ആയിട്ട് ഇംഗ്ലണ്ട് ആർമി വരുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ആ സമയത്ത് മാക്ബത്ത് കരുതും, ഓക്കെ അവന്മാര് യുദ്ധം ചെയ്യാനായിട്ട് വന്നോട്ടെ, പക്ഷെ അവന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു സ്ത്രീയിൽ ജനിക്കാത്ത കുഞ്ഞിന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ള പ്രോസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാരെവിടെ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളുടെ മാക്ബത്തിനുണ്ടാവും. ഇതേ സമയത്ത് ലേഡി മാക്ബത്ത് എന്ത് ചെയ്യും? ലേഡി മാക്ബത്ത് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്, എത്ര ഇങ്ങനെയായിരുന്നു കറക്റ്റ് സെന്റൻസ്, എത്ര വില കൂടിയ അറേബ്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ വെച്ച് തന്റെ കൈ കഴുകിയാലും തനിക്ക് ഈ പാപമോക്ഷത്തിൽ നിന്ന് മുക്തയാവാനായിട്ട് പറ്റില്ല. ഇങ്ങനെയായിരുന്നു ലേഡി മാക്ബത്ത് അവസാനം പറഞ്ഞത്. അങ്ങനെ ഡിപ്രഷനിലെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയ സമയത്ത് ലേഡി മാക്ബത്ത് ഈ ഒരു പാപവും എല്ലാം തനിക്ക് ഇനി കാണാൻ വയ്യ, അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ലേഡി മാക്ബത്ത് കയറി സൂയിസൈഡ് ചെയ്യും. ഓക്കെ, ആരാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മാക്ബത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ലേഡി മാക്ബത്ത് ആണല്ലേ, ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്ത് ആണ്. പക്ഷെ താൻ ചെയ്ത തെറ്റിന് ശിക്ഷ ലേഡി മാക്ബത്തിന് കിട്ടിയിരിക്കുകയാണ്. രാജ്ഞിയായെങ്കിലും സന്തോഷത്തോടെ ഒരു നാൾ പോലും രാജ്ഞിയായിട്ട് ജീവിക്കാനായിട്ട് ലേഡി മാക്ബത്തിന് പറ്റിയില്ല. ലാസ്റ്റ് ലേഡി മാക്ബത്ത് കയറി ഈ പാപമോക്ഷങ്ങൾക്ക് വേണ്ടി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാക്ബത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് കിട്ടുന്നത്, തൻ്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മാക്ബത്ത് ടോട്ടലി തകർന്നില്ലാതായി പോകും. കാരണം താൻ ഈ ചെയ്തതെല്ലാം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഡങ്കനെ കൊന്നതും ബാൻഗോയിനെ കൊന്നതും പിന്നെ ഈ മാക്ഡഫിന്റെ കുടുംബത്തിനെ കൊന്നതും അങ്ങനെ ഒന്നും അറിയാത്ത പാവങ്ങളെല്ലാം ഇല്ലാതാക്കിയത് തൻ്റെ ഭാര്യയ്ക്ക് രാജ്ഞിയാവണമെന്നും താൻ രാജാവാവണമെന്നുള്ള അവളുടെ ആഗ്രഹത്തിനും വേണ്ടിയാണ് താൻ എല്ലാം ചെയ്തത്. പക്ഷെ അവസാനം ഇതൊന്നും കാണാൻ അവളില്ല, അവള് സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതോർത്ത് മാക്ബത്ത് ഭയങ്കരമായിട്ട് പകർന്നു പോവുകയാണ്. എന്നിട്ടും മാക്ബത്ത് എണീറ്റിട്ട് അദ്ദേഹം ചിന്തിക്കും, എന്തായാലും ഇപ്പൊ തനിക്ക് ആരുമില്ല, തനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, കുടുംബമില്ല, കുട്ടികളില്ല, ആരും തനിക്ക് ചുറ്റുമില്ല. എന്തായാലും താൻ ഇനി തോറ്റു കൊടുക്കാനായിട്ട് പോകുന്നില്ല. ആര് തൻ്റെ മുന്നിൽ വന്നാലും അവർക്കെതിരെ ജയിച്ച് കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ എന്ന് മാക്ബത്ത് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഡിസിഷനിലെത്തും. ഈ സമയത്താണ് മാക്ബത്തിന് അടുത്ത ന്യൂസ് വരികയാണ്, രാജാവിന് വരികയാണ്. എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് തനിക്കെതിരെ ആർമി വരികയാണ്. പക്ഷെ ആർമിയുടെ കൂടെ ഈ ഒരു ബിർണം കാടും ഇളകി വരുന്നുണ്ട് എന്നായിരുന്നു ആ ഒരു ന്യൂസ്. എന്താ റീസൺ എന്ന് വെച്ചാൽ ഈ ഇംഗ്ലണ്ട് ആർമിയും മൽക്കോമും മാക്ഡഫൂടെ ഈ ഒരു ബിർണം കാടിലാണ് ഇരുന്നാണ് ഈ ഒരു യുദ്ധത്തിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്തത്. എന്നിട്ട് ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞ് യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ഈ മാക്ഡഫും മൽക്കമൊക്കെ ഈ ആർമിയോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈ ബിർണം കാടിലെ ഓരോ മരച്ചില്ലകളും മുറിച്ച് നിങ്ങളുടെ മുന്നിൽ പിടിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ പിടിക്കണമെന്ന് വെച്ചാൽ, അപ്പൊ ഇത്രയും മരങ്ങളുടെ ചില്ല മുന്നിൽ ഓരോ സോൾജേഴ്സ് പിടിക്കുന്ന സമയത്ത് നമ്മൾ എത്ര പേരുണ്ട്, യുദ്ധത്തിന് നമ്മൾ എത്ര പേരുണ്ടെന്നുള്ള കറക്റ്റ് ഒരു സംഖ്യ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാക്ബത്തിന്റെ ആളുകൾക്ക് കിട്ടില്ല. അപ്പോൾ അത് തടയാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ മരച്ചില്ലകളും ഓരോ ശിഖരങ്ങളും പിടിച്ച് മുന്നിൽ നിർത്തി വേണം യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞ് ഇവര് ഓരോ മരങ്ങളും വെട്ടി ഇവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇംഗ്ലണ്ട് ആർമി എന്ന് പറയുമ്പോൾ 10,000-15,000 ആൾക്കാരുണ്ട് ഈ ആർമിയിൽ യുദ്ധം ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും പേര് ഓരോ മരങ്ങൾ വെച്ച് മുറിച്ച് ശിഖരങ്ങൾ വെച്ച് മുന്നിൽ നിർത്തി കൊണ്ടുപോകാന്ന് വെച്ചാൽ അതൊരു കാടിളകി വരുന്ന അവസ്ഥയാണല്ലോ.
ഇപ്പോൾ ഒരു നിങ്ങൾ തന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കും, 10-15,000 പേര് ഒരുപാട് ഇലകളൊക്കെ നിറഞ്ഞ മരത്തിന്റെ ശിഖരങ്ങളൊക്കെ വെച്ച് കൊമ്പുകളും ചേർത്ത് വരുമ്പോൾ അതൊരു കറക്റ്റ് ഒരു കാട് ഇളകി വരുന്ന ഒരു രീതിയാണല്ലോ. അപ്പം ഇത് കേട്ട് നമ്മളുടെ മാക്ബത്ത് ഷോക്കായി പോകും. കാരണം വന്ന് മാക്ബത്തിനോട് പറയാണ്, ഇതാ ബിർണം കാട് അവിടെ നിന്ന് ഇളകി വരികയാണ്. അവിടുത്തെ ബിർണം കാടിലെ തടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, അപ്പൊ ബിർണം കാട് ഇളകി വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് മാക്ബത്ത് ഷോക്കായി പോവുകയാണ്. അയ്യോ, രണ്ടാമത്തെ നമ്മളുടെ ആ ഒരു വിച്ചസ് പറഞ്ഞ ബിർണം കാട് ഇളകി വരും എന്നുള്ള ആ ഒരു പ്രവസി സത്യമായിരിക്കുകയാണ്. ബിർണം കാട് ഇളകി വന്നാലേ നിന്റെ മരണം നടക്കുള്ളൂ എന്നുള്ള ആ ഒരു പ്രൊവസി വരികയാണ്, നടന്നിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് മാക്ബത്തും ചിന്തിക്കും, ഓക്കെ എന്നാലും എനിക്ക് മരണം നടക്കില്ലായിരിക്കും. കാരണം വിച്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഒരു സ്ത്രീയിൽ ജനിക്കാത്ത കുഞ്ഞിനെ മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രൊവസി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരാൾ ഈ ഒരു ഭൂലോകത്തില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് മാക്ബത്തും കുറച്ച് ആർമീസിനെ ഇംഗ്ലണ്ടിനെതിരെ വിട്ടു. അങ്ങനെ ആർമീസൊക്കെ അടി തുടങ്ങി. ആദ്യം ഇംഗ്ലണ്ടിന്റെ ആർമി ഒന്ന് പതുങ്ങിയെങ്കിലും പിന്നെ ഇംഗ്ലണ്ട് കയറി വന്നു. മാക്ബത്തിന്റെ ആർമിക്കെതിരെ ഇംഗ്ലണ്ട് കയറി വന്നു. ലാസ്റ്റ് മാക്ബത്തും ഈ ഒരു മാക്ഡഫൂടെ യുദ്ധം ചെയ്യാനിറങ്ങി. അവർ പരസ്പര യുദ്ധമായി. അപ്പൊ മാക്ഡഫൻ എന്ന് പറഞ്ഞാൽ മാക്ബത്തിനെ സ്പോട്ടിൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ഭാര്യനെയും കുഞ്ഞിനെയും സുഹൃത്തായിട്ടുള്ള ഡങ്കനെയും ബെൻഗോനെയും എല്ലാം കൊന്ന ആളാണ് മാക്ബത്ത്. സോ മാക്ഡഫിന് കടി കയറി നിൽക്കുകയാണ്. അപ്പൊ കൊല്ലാൻ വന്ന സമയത്ത് മാക്ബത്ത് പറയും, നിനക്ക് എന്നെ കൊല്ലാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അമ്മയിൽ ജനിക്കാത്ത ഒരു കുഞ്ഞിന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് മാക്ബത്ത് പറഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ മാക്ബത്ത് പറയും. ആ സമയത്ത് മാക്ഡഫ് പറയും, ഓക്കെ അമ്മയിൽ ജനിക്കാത്ത ഒരു കുഞ്ഞിനെ നിന്നെ കൊല്ലാൻ പറ്റുള്ളൂ എങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആള് ഞാനാണെന്ന് മാക്ഡഫ് പറയും. ഇത് കേൾക്കുമ്പോൾ മാക്ബത്ത് ഷോക്കായി പോവും. എന്താണ് കാര്യം? അപ്പോൾ കാരണം എല്ലാവരും അമ്മയിലാണല്ലോ ജനിക്കുന്നത്, അമ്മയിലൂടെയാണ് ഈ ഒരു ലോകത്തിലോട്ട് വരുന്നത്. ആ സമയത്താണ് നമുക്ക് അടുത്തൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ മാക്ഡഫ് എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് അമ്മയുടെ ഒരു പ്രസവ സമയത്ത് അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പ്രസവത്തിൽ അമ്മ മരിച്ചുപോയ സമയത്ത് സിസേറിയൻ ചെയ്താണ് ഈ ഒരു മാക്ഡഫിനെ പുറത്തെടുത്തത്. അപ്പൊ അമ്മ അറിഞ്ഞുള്ള ഒരു പ്രസവം അല്ലായിരുന്നു അവിടെ നടന്നത്. അന്നത്തെ ആ ഒരു കഥയിൽ അങ്ങനെയാണ് പറയുന്നത്. അമ്മ അറിഞ്ഞ് അമ്മയിലൂടെ അല്ല ഒരു പ്രസവം നടന്നത്. പക്ഷെ എങ്ങനെയാണ്, അമ്മയുടെ വയറ് കയറി സിസേറിയൻ ചെയ്താണ് ഈ ഒരു കുഞ്ഞിനെ പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ അമ്മ അറിയാതെയുള്ള ഒരു പ്രസവം ആയതുകൊണ്ട് തന്നെ അമ്മയിലൂടെ അല്ലാതെയാണ് ഈ ഒരു കുഞ്ഞ് ജനിച്ചതെന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന മാക്ബത്ത് ഷോക്കായി പോവും. സ്പോട്ടിൽ മാക്ഡഫ് ഈ ഒരു മാക്ബത്തിന്റെ തല കൊന്നുകളയും. എന്നിട്ട് ഈ തല വെട്ടിക്കളഞ്ഞിട്ട് മാക്ബത്തിന്റെ ഈ തലയുമായിട്ട് മാക്ഡഫ് രാജകൊട്ടാരത്തിൽ പോവും. രാജകൊട്ടാരത്തിൽ പോയിട്ട് ആരാണ്, നമ്മളുടെ ഡങ്കന്റെ മൂത്ത മകനായിട്ടുള്ള മാൽക്കോമിനെ സ്കോട്ട്ലാൻഡിന്റെ രാജാവാക്കും. അങ്ങനെ ഈ ഒരു 3 പ്രൊവസിയും ട്രൂ ആവുകയാണ്. ലാസ്റ്റ് പറഞ്ഞ 3 പ്രൊവസീസ് എന്തൊക്കെയാണ്? ബിവെയർ ഓഫ് മാക്ഡഫിനെ ബിവെയർ ചെയ്യുക. രണ്ടാമത്തെ പ്രൊവസി, അമ്മയിൽ ജനിക്കാത്ത കുഞ്ഞിനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ആ ഒരു പ്രൊവസി നടന്നു. മൂന്നാമത് എന്താണ്, ബിർണം കാടുകൾ അനങ്ങി എവിടെ വരും, അത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞ പ്രൊവസീസ് എല്ലാം അവിടെ നടന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഡങ്കന്റെ മകനായിട്ടുള്ള മൽക്കം ആ രാജ്യത്തിന്റെ രാജാവാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയായിരുന്നു ഈ ഒരു മാക്ബത്തിന്റെ ക്ലൈമാക്സ് വരുന്നത്. ഓക്കെ, വളരെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ മേ ബി നിങ്ങൾക്ക് ഒരു അമ്മയിൽ ജനിക്കാത്ത കുഞ്ഞിന്റെ പോർഷൻ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ സിസേറിയൻ ചെയ്ത ഒരു കുഞ്ഞിനെ എടുക്കുവാണെങ്കിലും അതൊരു അമ്മയിലൂടെയാണല്ലോ ഒരു ജനനം വരുന്നത്. പക്ഷെ ഈ സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അമ്മ അറിയാതെ ജീവനറ്റ ഒരു അമ്മയുടെ ശരീരത്തിൽ നിന്നാണല്ലോ ആ ഒരു കുഞ്ഞിനെ പുറത്തെടുത്തത്. അതുകൊണ്ടാവാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് പാടില്ല. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രാജഡി പ്ലേ ആണ് വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. ഓക്കെ, അപ്പൊ ഇതില് ഈ മാക്ബത്ത് സ്കോട്ട്ലാൻഡിലെ 89ാമത്തെ രാജാവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് മാക്ബത്തിനെ കൊന്ന് ഡങ്കന്റെ മകനായിട്ടുള്ള മാൽക്കോം രാജഭരണത്തിൽ വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയണമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ 14
15 യൂണിറ്റ്, 2 യൂണിറ്റും കഥ മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. വേറെ ഒരു കാര്യവും പറയുന്നില്ല. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ 14-15 യൂണിറ്റ് ഇപ്പോൾ തീർത്തിരിക്കുകയാണ്. കഥ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്യാരക്ടേഴ്സിന്റെ പേര്, പ്രത്യേകിച്ച് ഇതിൽ ചിലരുടെ പേരുകൾ നല്ല എന്താണ് ഒരു സിമിലൈസ് വരുന്നുണ്ട്. എക്സാമ്പിൾ മാക്ബത്ത്, മാക്ഡഫ്, ഇങ്ങനെയുള്ള മാൽക്കോം, ഇങ്ങനെയുള്ള ചില പേരുകളൊക്കെ ഒരു ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ട്. സോ പേരുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞതിൻ്റെ ഒരു സമ്മറി എന്താണ്? നല്ല രീതിയിൽ ജീവിച്ച ഒരാള് അധികാരത്തിനുള്ള അല്ലെങ്കിൽ ആർഭാടത്തിനും അധികാരത്തിന്റെ ആ ഒരു അത്യാഗ്രഹവും കാരണം സ്വന്തം ജീവിതം സ്വയം ഇല്ലാതാക്കുന്ന ഒരു മനുഷ്യനെയാണ്, നമുക്ക് മാക്ബത്തിനെയാണ് ഈ ഒരു കഥയിലൂടെ കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് ഒറ്റ യൂണിറ്റ് കൂടെയാണ് ഇതിലുള്ളത്, ലാസ്റ്റത്തെ യൂണിറ്റ് 16. അത് ഈ ഒരു സ്റ്റോറിയിൽ ഉള്ള ഒരു സോഷ്യൽ മെസ്സേജസ് എന്താണെന്നും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത യൂണിറ്റിൽ പറയാം കേട്ടോ. അതൊരു കുഞ്ഞു വീഡിയോ ആണ്, അതിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടതേ ഉള്ളൂ. സോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.